Good evening, my dear friends. 7 AM ബിസിനസ് ക്ലബിന്റെ 64ാമത്തെ ദിവസമാണ്. ഞാൻ ഈ പ്രോസസ്സ് വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഈ മീറ്റിംഗ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. ബിക്കോസ് ഐ ഗെറ്റ് എ പേഴ്സൺ, ഐ ഗെറ്റ് എൻ എക്സ്പെർട്ട് with whom I can actually freely, casually interact and ask whatever comes in my mind. And I would say ഒരു 95% ടൈമിലും ഞാൻ ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ ആ ഒരു ടൈറ്റിൽ മാത്രം മനസ്സിൽ ധ്യാനിക്കുക, ചോദിക്കുക എന്നുള്ളതാണ്. ബട്ട് വെൻ ഇറ്റ് കംസ് ആസ് എ ടെക്നിക്കൽ സ്റ്റാഫ് ലൈക്ക് AI അല്ലെങ്കിൽ മെറ്റാവേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രം യെസ് ഡെഫിനറ്റ്ലി ഐ വിൽ ഗെറ്റ് സം ഗുഡ് ക്വസ്റ്റ്യൻസ് റെഡി ഫോർ ദം, ബിക്കോസ് ഞാൻ അതിൽ വലിയ എക്സ്പെർട്ട് അല്ലാത്തതുകൊണ്ട്. സോ ഇന്ന് നമുക്ക് 7 AM ബിസിനസ് ക്ലബിന്റെ 64ാമത്തെ ദിവസത്തിൽ വന്നു നിൽക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളോടൊന്നും ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, പക്ഷെ എൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ലെറ്റ് മീ സേ സംതിങ് അബൌട്ട് ദിസ് പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ. സാധാരണ ഈ മോട്ടിവേഷണൽ തരത്തിലുള്ള കാര്യങ്ങളൊന്നും അധികം കേൾക്കാത്ത എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട്, അവരാണ് എൻ്റെ എപ്പോഴും ക്രിട്ടിക്സ്. നീ എന്താണ് ഈ ചെയ്ത്, എന്താണ് ഈ പറയുന്നത്, എന്നെ കളിയാക്കുന്ന ആളുകൾ പോലും അവര് പോലും സഹ്ലയെ അറിയാം, ഇന്നത്തെ നമ്മുടെ ഗസ്റ്റിനെ അറിയാം എന്നുള്ളതാണ്. ഇന്ന് ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് എനിക്ക് റിപ്ലൈ ചോദിച്ചു, ഐ ലൈക്ക് ഹെർ വീഡിയോസ്, ഐ വാണ്ടഡ് ടു ബി ദെയർ ഇൻ ദ പ്ലാറ്റ്ഫോം ആൻഡ് എവറിഥിങ്. നമ്മൾ എന്തൊക്കെ ചെയ്താലും ഇങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരാണ്. സോ ദാറ്റ് ഡീപ്പ് റൂട്ടഡ് ആയിട്ട് ആളുകളുടെ മനസ്സിലോട്ട് എത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മോടൊപ്പം ഉള്ളത്. സോ ഇറ്റ് ഈസ് വൈ എങ്ങനെയാണ് അങ്ങനെ സാധിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഞാൻ ഈ കരിയറിൽ കഴിഞ്ഞ ഒരു 5-8 വർഷമായിട്ടുണ്ടെങ്കിൽ പോലും തുടക്കത്തിലൊന്നും ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. തുടക്കത്തിലൊക്കെ നമുക്ക് എപ്പോഴും നമ്മളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു രീതിയിലായിരുന്നു എൻ്റെ മൂവ്മെന്റ്. ഐ വാസ് ഓൾവേസ് ഫോക്കസ്ഡ് അബൌട്ട് മൈ സെൽഫ്, എൻ്റെ പ്രസന്റേഷൻ, ഞാൻ പറയുന്ന കാര്യം, എനിക്ക് അംഗീകാരം കിട്ടുന്നുണ്ടോ, എന്നെ ആളുകൾ കേൾക്കുന്നുണ്ടോ, എനിക്ക് എത്ര ലൈക്ക് ഉണ്ട്, ഇതൊക്കെയായിരുന്നു. പക്ഷെ വളരെ നേരത്തെ തന്നെ ഇതൊന്നും അല്ല ഇമ്പോർട്ടൻ്റ് എന്ന് തിരിച്ചറിഞ്ഞ ഒരാളാണ് സഹ്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കണം സഹ്ലയെ ആളുകൾ കേൾക്കുന്നതും. എസ്പെഷ്യലി മലയാളികളുടെ ഇടയിൽ ഒരു പെൺകുട്ടി ചെറുപ്രായത്തിലെ ആ ഒരു രീതിയിൽ വന്നതുകൊണ്ട് there are a lot of impact she is making in the society, which I'm sure. And when it comes to today's session, ഇന്നത്തെ സെഷനിൽ നമ്മൾ ഒരു ഓണ്ടർപ്രണർഷിപ്പ് എന്നുള്ള ഒരു സംഭവമാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം 7 AM ബിസിനസ് ക്ലബ്. ഇറ്റ്സ് എ ബിസിനസ് ക്ലബ്. ബട്ട് വൈ ദിസ് ബിസിനസ് ക്ലബ് ആൻഡ് ദിസ് ഓണ്ടർപ്രണർഷിപ്പ് കണക്റ്റഡ് വിത്ത് സഹ്ല, which I am very much sure that ഏതൊരു സ്ഥാപനത്തിലും ഒരു ഓണർക്ക്, ഒരു കമ്പനി തുടങ്ങുന്ന ആൾക്ക്, അതിന്റെ ഫൗണ്ടർക്ക് വേണ്ടത് ട്രസ്റ്റ് ആണ്, ഒരു ക്രെഡിബിലിറ്റി ആണ്, ആളുകളുടെ അടുത്തുള്ള വിസിബിലിറ്റിയാണ്. നമ്മളിങ്ങനെയുള്ള കുറച്ച് ഫാക്ടേഴ്സ് പറയാറുണ്ട്. ഈ ഒരു വിസിബിലിറ്റിയുടെ കാര്യത്തിലും ക്രെഡിബിലിറ്റിയുടെ കാര്യത്തിലും ഒക്കെ ഐ എം ഷുവർ ദാറ്റ് ഷീ ഹാസ് എ ഗുഡ് ക്രൗഡ് അറൌണ്ട് ഹെർ. അവർ ഈ ഒരു വ്യക്തിയെ വിശ്വസിക്കുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ആ ഒരു പേഴ്സണൽ ബ്രാൻഡിങ് എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ, സഹ്ല പർവീന്റെ ഓണ്ടർപ്രണർഷിപ്പ് ജേണിയിൽ എങ്ങനെ കണക്റ്റഡ് ആയി എന്നത് നമുക്ക് കേൾക്കാം. ഒപ്പം തന്നെ നമുക്ക് എങ്ങനെ നല്ലൊരു പേഴ്സണൽ ബ്രാൻഡ് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഷീ ഈസ് എൻ ഓഥർ, ഷീ ഈസ് എ സ്പീക്കർ, ഷീ ഈസ് എ ട്രെയിനർ, ഷീ ഈസ് മെനി. ഇനി ഞാൻ കൂടുതൽ പറഞ്ഞ സമയം കളയുന്നില്ല. സോ ലെറ്റ് us വെൽക്കം സഹ്ല ടു ദ സെഷൻ. വെൽക്കം. ഹായ് അപ്പ, താങ്ക് യു സോ മച്ച്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എനിക്ക് തന്നെ കേട്ടപ്പോ ഒരു സന്തോഷം തോന്നി. എനിവേസ്, താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ ടു ദിസ് വണ്ടർഫുൾ സെഷൻ. എനിക്കിവിടെ ഒരുപാട് പേരെ കാണാം, പക്ഷെ ആരും വീഡിയോയിൽ വന്നിട്ടില്ലെന്ന് തോന്നുന്നു അല്ലെ? അപ്പോ പറ്റുകയാണെങ്കിൽ വീഡിയോയില് വരണം അല്ലെ? നോർമലി നമ്മൾ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഒരു 20 മിനിറ്റ്സിൽ ഇവരെല്ലാം നമ്മൾ കാണുന്ന രീതിയിലും അതുവരെ നമുക്കൊരു ടൈറ്റിൽ ഫോക്കസ് ആയിട്ട് പോവേണ്ടതുള്ളത് കൊണ്ട് ഫോർമാറ്റ് വെച്ചിരിക്കുന്നത്. ബട്ട് ഇഫ് യു വാണ്ട് വി കൻ ഡു ഇറ്റ്, അതർവൈസ് ചോദ്യം എന്ന് പറഞ്ഞാല്, സോ ഫസ്റ്റ് ഐ വാണ്ടഡ് ടു നോ, സഹ്ല എന്നൊരു പേഴ്സണൽ ബ്രാൻഡ് സഹ്ലയുടെ ഓണ്ടർപ്രണർഷിപ്പ് ജേണിയിൽ എത്രത്തോളം ഉപകാരം ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ അത് എത്രത്തോളം നമുക്ക് ടു ബി വെരി ഓപ്പൺ ടു ദ ബിസിനസ് പാറ്റേണിലോട്ട് വരികയാണെങ്കിൽ അത് എത്രത്തോളം മോണിറ്റൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? ഓക്കെ, ഇതില് ഏറ്റവും രസമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് ദി ആൻസർ ഈസ്, ഇപ്പൊ ഈ ഇരിക്കുന്ന നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും എന്നെ അറിയില്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ: ജസ്റ്റ് ഗൂഗിൾ മൈ നെയിം. ഓക്കെ, അപ്പോ ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരാണ് എന്ന് ഫസ്റ്റ് മുതൽ പറഞ്ഞ് ഉണ്ടാക്കി എന്റെ അച്ചീവ്മെന്റ്സ് ഒക്കെ പറഞ്ഞ് എന്റെ ഇൻട്രൊഡ്യൂസ് ചെയ്യണേം കാട്ടിയും വളരെ എളുപ്പമാണ് ജസ്റ്റ് ഗൂഗിൾ മീ എന്ന് പറയുമ്പോൾ. ഈ ഗൂഗിളിൽ നോക്കുമ്പോൾ നമുക്കൊരു പ്രൊഫൈൽ ഉണ്ടെങ്കിൽ വി ഹാവ് ഓൾറെഡി ബിക്കം എ ബ്രാൻഡ്. ഒരു പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ
എന്താ പറയാ നമ്മൾ വളരെയധികം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. Now when it comes to monetization again, ഞാൻ ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് രണ്ട് രീതിയിൽ ഞാൻ ട്രെയിനിങ് എടുക്കാറുള്ളൂ. either I charge very good because I know my value, okay, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ക്ലാസ് എടുക്കും. ഇതല്ലാതെ ഒരു ബാർഗെയിനിങ്ങോ എന്താ പറയാ പൈസ കുറച്ച് തരുമോ, കുറച്ചും കൂടി ബെറ്റർ പൈസയിൽ തരുമോ എന്നൊരു ചോദ്യം എൻ്റെ അടുത്തേക്ക് വരാറില്ല. ഈ വരാതിരിക്കുന്നത് നമ്മുടെ ബ്രാൻഡ് നമ്മൾ ബിൽഡ് ചെയ്തത് കൊണ്ട് മാത്രമാണ്. ഇനീഷ്യൽ സ്റ്റേജിൽ എന്റെ കരിയറിൽ ഞാൻ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിച്ച് ബിൽഡ് ആയ ഒരു ബ്രാൻഡ് അല്ല. ഞാൻ എന്റെ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി, അത് ഭയങ്കരമായിട്ട് വൈറലാവാൻ തുടങ്ങി. സോ ഇതിനൊക്കെ ഞാൻ റിയലൈസ് ചെയ്തു ബിക്കോസ് ഐ ഹാവ് ടേക്കൺ മൈ MBA ഇൻ ബ്രാൻഡിങ്. അതാണ് എന്റെ ഒരു ഫോക്കസ് ഏരിയ. സോ വൈ ഐ തിങ്ക് ഇസ് ബിക്കോസ് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒത്തന്റിക് ആയിട്ട് ഒരു കാര്യം പറയുകയാണെങ്കിൽ, ചെയ്യുകയാണെങ്കിൽ, വെൻ ഇറ്റ് കംസ് ടു ബിസിനസ് സംതിങ് യു ആർ വെരി പാഷനേറ്റ് അബൌട്ട്, നമ്മൾ അത് ചെയ്യുകയാണെങ്കിൽ ഐ തിങ്ക് പീപ്പിൾ വിൽ ആക്സെപ്റ്റ് ഇറ്റ് മോർ. ഐ തിങ്ക് യു ക്യാൻ ടോക്ക് അബൌട്ട് ഇറ്റ് ഒത്തന്റിക്കലി. ഇപ്പൊ എന്നോടൊരു ചോദ്യം ചോദിക്കുകയാണ് FR, എനിക്ക് അതിന് ഉത്തരം അറിയില്ലെങ്കിൽ, FR എനിക്ക് അതിന് ഉത്തരം അറിയില്ല, ഐ വിൽ ജസ്റ്റ് ലേൺ അബൌട്ട് ഇറ്റ് ആൻഡ് ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു. ബിക്കോസ് ഈ ലോകത്ത് എല്ലാവർക്കും എല്ലാ കാര്യവും ഒന്നും അറിയില്ല. വി ഓൾ ആർ ലേണിംഗ് അറ്റ് എവറി സ്റ്റേജ് ഓഫ് ലൈഫ്. നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സോ നമ്മൾ പക്ഷെ ചെയ്യുന്ന കാര്യം ഡു ഇറ്റ് വിത്ത് ഓൾ യുവർ ഹാർട്ട്. നമ്മളിപ്പോ ഒരാള് പൈസ ഉണ്ടാക്കണ കണ്ടു, അതുകൊണ്ട് മാത്രം നമ്മൾ ആ ബിസിനസ് ചെയ്തു കഴിഞ്ഞാൽ വി വോണ്ട് ബിക്കം സക്സസ്ഫുൾ. ലോട്ട് ഓഫ് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഉണ്ട്. ഇതിൽ സക്സസ്ഫുൾ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് അല്ലെങ്കിൽ ട്രെയിനേഴ്സ് എന്ന് പറയുന്നത് വളരെ ഫ്യൂ ആണ്. ബിക്കോസ് നമ്മൾ അതിന്റെ അകത്ത് ഇറങ്ങുമ്പോൾ നമ്മൾ അതിൽ അത്രയും ആത്മാർത്ഥമായി നിന്നില്ലെങ്കിൽ we will not be able to stay. That's the same thing into business also. നമുക്ക് പൈസ ഉണ്ടാക്കണമെങ്കിൽ, മോണിറ്റൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒത്തന്റിക് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഇറക്കണം, ഒത്തന്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ആൻഡ് ആസ് എൻ ഓൺട്രപ്രണർ വെൻ ഇറ്റ് കംസ്, നിങ്ങൾ ഇപ്പോ നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോ ലുലു എന്ന് പറയുമ്പോൾ നമുക്ക് യൂസഫ് അലി സാറിന്റെ ഒരു ഭയങ്കര ഒരു ഫീൽ അവിടെ കിട്ടുകയാണ്. ഹീസ് എ ഗുഡ് പേഴ്സൺ, ഹീസ് ഡൂയിങ് ലോട്ട് ഓഫ് ഗുഡ് തിങ്സ് ടു ദ വേൾഡ്. അപ്പൊ ആ ഫീല് കിട്ടുമ്പോൾ നമുക്ക് അവിടെ പോകുമ്പോൾ വി ഫീൽ മോർ ഹാപ്പി. അല്ലെങ്കിൽ ജസ്റ്റ് ടേക്ക് ടാറ്റ എന്ത് ചെയ്തു കഴിഞ്ഞാലും we have a feeling everything is good, something എന്തെങ്കിലും നല്ല ഇന്റൻഷൻ ഉണ്ടാവും. അപ്പൊ അത് ആളുടെ പേഴ്സണൽ ബ്രാൻഡ് is combined with his business brand. And sometimes if it comes to Reliance, നമ്മൾ ചിലപ്പോൾ വല്ല ഡൗട്ട്ഫുൾ ആയിട്ട് ചില ആൾക്കാർ നോക്കാറുണ്ട്. ബിക്കോസ് ചില കാര്യങ്ങൾ അവർ ചെയ്യുന്നത് അങ്ങനെയാണ്. സോ when we build a brand, അത് നമ്മൾ റിയൽ ആയിട്ട് സോൾഫുൾ ആയിട്ട് അതിൽ ഇടുകയാണെങ്കിൽ we will be really able to make a real transformation into our organization. And ഇപ്പൊ ബിസിനസ്സിൽ മോണിറ്റൈസ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഒത്തന്റിക് ആയിട്ട് നിൽക്കുമ്പോൾ, ഇപ്പൊ ആരും ഗോൾഡിന്റെ വില കുറച്ച് തരുമെന്ന് ചോദിക്കാറില്ലല്ലോ. പകരം വേറെ എന്തൊക്കെയോ സാധനം നമ്മളൊന്ന് ഡിസ്കൗണ്ട് ചോദിക്കാറുണ്ട്. എന്ന് പറയുന്ന പോലെ നമ്മൾ ഒത്തന്റിക് ആയി, പവർഫുൾ ആയി, സ്ട്രോങ് ആയി നിൽക്കുമ്പോൾ ഐ തിങ്ക് പീപ്പിൾ വോണ്ട് ആസ്ക് ദിസ് ഡിസ്കൗണ്ട് ഫോർ വാട്ട് എവർ വി ആർ ഡൂയിങ്. ഓക്കെ സോ നമ്മൾ ഓത്തന്റിക് ആണ്, നമുക്ക് നമ്മളുടെ കഴിവിൽ വിശ്വാസമുണ്ട്. ഇതൊക്കെ ശരിയാണെങ്കിലും ചിലരെങ്കിലും ഇതൊക്കെ ഉണ്ടായിട്ട് പോലും അവരൊരു സെയിൽസ്മാന്റെ ക്വാളിറ്റി ഇല്ലാതെ പോകുന്ന അവസ്ഥ കാണാറുണ്ട്. സോ വെൻ ഐ ലുക്ക് അറ്റ് ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ, ഹീസ് ഹാവിങ് എ ഗുഡ് ക്വാളിറ്റി, നല്ല ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓൺട്രപ്രണർ ആണ്, അല്ലെങ്കിൽ ഒരു ട്രെയിനർ ആണ്. ഇൻ എനി ഓഫ് ദ വേ ഹീസ് ഓൺ ഓൺട്രപ്രണർ. പക്ഷേ വെൻ ഇറ്റ് കംസ് ഇൻ നെഗോസിയേഷൻ ഹി ഡസന്റ് നോ ഹൗ ടു ഡു ഇറ്റ്. സോ അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. So what is your advice for them to keep that negotiation skill or to sell them properly? നമ്മളുടെ വാല്യൂ നമുക്കൊരു ക്ലാരിറ്റി വേണം. who I am, what I am meant for, and I cannot sell myself in crowd who don't know my value. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. because I started my career as a trainer when I was 22 years. അപ്പോൾ ഇനീഷ്യലി ഞാൻ കോളേജസിൽ പോയി ക്ലാസ് എടുക്കും, ഫ്രീ ആയിട്ട് ക്ലാസ് എടുക്കുക. കാരണം എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പറയണോ, ആരെങ്കിലും കേൾക്കണോ എന്നുള്ളത്. ബട്ട് I had a right mentor from that time who had actually guided me. സഹല ഒരു ക്ലാസ് എടുക്കുമ്പോൾ അത്യാവശ്യത്തിന് പൈസ വാങ്ങി എടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ പൈസയുടെ ആവശ്യം എനിക്കില്ല, ബിക്കോസ് മൈ ഫാദർ വാസ് ഗിവിംഗ് മീ. അപ്പൊ ആ ഒരു ഫീല് നിൽക്കുന്ന സമയത്ത് വാട്ട് ഹി ടോൾഡ്, സി സഹലയുടെ ടൈം, സഹലയുടെ വാല്യൂ. ഒരു പെൺകുട്ടി ക്ലാസ് എടുക്കുന്നു, അവളെ എന്നാ വിളിക്കാം എന്നുള്ള രീതിയിൽ ആൾക്കാർ വിളിക്കരുത്. സോ ഐ റിമെമ്പർ ഞാൻ ആദ്യം എന്റെ സെഷന് ക്ലാസ്സിനുള്ളൊരു പൈസ വെച്ചത് when I was 22, it was 10,000 rupees for 3 hours session എന്നുള്ളത് നമ്മളൊരു പ്രൊഫൈലൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ people started calling me, colleges started calling me. അപ്പൊ എനിക്ക് എന്റെ കാൽക്കുലേഷനിൽ എന്റെ ഫ്രണ്ട്സ് MBA കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം വർക്ക് ചെയ്യുമ്പോൾ 30 or 35,000 കിട്ടുമ്പോൾ ഞാൻ 3 അല്ലെങ്കിൽ 4 ക്ലാസ് 4 ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ I am making the same money. So I thought that was a big money I am making at that time.
പിന്നെ when I started investing more, learning, നമ്മൾ ഇതിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ I realized നമ്മൾ എത്രത്തോളം നമ്മുടെ പ്രോഡക്റ്റിന് വാല്യൂ ഇടുന്നോ നമ്മൾ റൈറ്റ് കസ്റ്റമേഴ്സിന്റെ മുന്നിൽ കൊണ്ടുപോയി മാത്രമേ അത് വെക്കാൻ പാടുള്ളൂ. ലൈക്ക് ഇഫ് യു നോ ദ ബ്രാൻഡ് ലൂയി വുറ്റാൻ എന്നുള്ള ബ്രാൻഡ് വാങ്ങാൻ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ അതിനെക്കുറിച്ച് അറിയുന്നുള്ളൂ. ദാറ്റ്സ് എ ഗോൾ ഫോർ മെനി. അതൊരു സാധാരണക്കാരന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് 50,000 റുപ്പീസിന് ഒരു ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. അവിടെ നെഗോസിയേഷനുള്ള ചാൻസ് ഇല്ല. ഓക്കെ, ബാഗിന്റെ അകത്ത് നമ്മൾ അത്ര പൈസ വെക്കണതല്ലേ, നമ്മൾ അത് പിടിക്കുമെന്ന് ചോദിക്കും. സോ വാട്ട് ഈസ് ഇമ്പോർട്ടന്റ് ഈസ് നോ ഹൂ യൂസ് യുവർ എക്സാക്ട് കസ്റ്റമർ, നോ യുവർ വാല്യൂ. നമ്മൾ റോങ് ആയിട്ട് ഒരാള് നമ്മളെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ കോൺവെർസേഷൻ നിർത്തി പോവാൻ പഠിക്കുക എന്നുള്ളതാണ് വാട്ട് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫോർ എ സെയിൽസ്മാൻ. ബിക്കോസ് നമുക്കിത് സെല് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊരു കസ്റ്റമറിനെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, സോ വെൻ വി സേ നമ്മുടെ ബ്രാൻഡ്, നമ്മളെന്നുള്ള ഒരു ബ്രാൻഡ്, ആ ഒരു വ്യക്തി ആവട്ടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനമാവട്ടെ, ഐ എം ജസ്റ്റ് ടേക്കിംഗ് ഇൻ എ ജനറൽ ഇതിലാണ് എടുക്കുന്നത്. അപ്പൊ നമ്മുടെ വാല്യൂ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് അതൊരു ഇമ്പോർട്ടന്റ് ആണല്ലോ. സോ വെൻ യു ആർ ആക്ച്വലി നെഗോഷിയേറ്റിംഗ് ഓരൊക്കെ എനിക്ക് ഇത്ര വാല്യൂ ഉണ്ടെന്ന് പറയുമ്പോൾ യു ഹാവ് പുട്ട് എ ലോട്ട് ഓഫ് എഫേർട്ട് ടു മേക്ക് ദാറ്റ് പ്രോഡക്റ്റ്. അത് വ്യക്തിത്വം തന്നെ ആവാൻ ചിലപ്പോൾ. സോ വാട്ട് ഈസ് യുവർ അഡ്വൈസ് there for anyone, any entrepreneur, how he can actually make himself a good brand? Okay, idaയിരിക്കും one of the beautiful point I want to explain the whole of the session. കാരണം ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 3 പോയിന്റ്സ് എനിക്ക് പറയാനുള്ളത്. ഇത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പേപ്പറും പെന്നൊക്കെ എടുത്ത് എഴുതി ചെയ്താലാണ് നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഐഡിയ കിട്ടുക. ബിക്കോസ് ദാറ്റ്സ് ഹൗ we actually build on our brand. Now first thing is, what are the values you think you have? നമുക്ക് അതായത് ഇതാണ് ഒരു 3 സർക്കിൾ വരക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഒരു ബിഗ് സർക്കിൾ, അതിന്റെ ഉള്ളിലൊരു സ്മോൾ സർക്കിൾ, അതിന്റെ ഉള്ളിലൊരു കുഞ്ഞു സർക്കിൾ. ഈ കുഞ്ഞു സർക്കിളിന്റെ അകത്ത് വാട്ട് ആർ ദ വാല്യൂസ് യു തിങ്ക് യു പൊസസ്? നമുക്കുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ചില വാല്യൂ ഉണ്ടല്ലോ. ഞാൻ ഭയങ്കര ഒത്തന്റിക് ആണ്, ഞാൻ ഭയങ്കര സ്ട്രോങ് ഡിസിഷൻസ് എടുക്കുന്ന ഒരാളാണ്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, അങ്ങനെ ഞാൻ ദേഷ്യം പിടിക്കില്ല. എന്തെങ്കിലും ഒരു വാല്യൂ നിങ്ങൾക്ക് ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ just write down that at least 5 values you think you have with you. ഞാൻ ഈ കാര്യങ്ങളിലൊക്കെ എത്ര എന്നെ കുലിക്കാലും ഞാൻ കുലുങ്ങില്ല, അല്ലെങ്കിൽ ഞാൻ ഇമോഷണൽ ആണ് എന്നൊക്കെയുള്ള എന്താണെങ്കിലും നിങ്ങൾ you believe that is your value, write that 5 points. Okay, now in the second circle, now this first circle is what you think about yourself, what values you think you have in your life. Now the second circle is what others should think about you. നിങ്ങളെ കുറിച്ച് എന്ത് ആൾക്കാർ വിചാരിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ലൈക്ക് ഇപ്പൊ FR എന്നെ കാണുമ്പോ ഞാൻ ഭയങ്കര പവർഫുൾ ആണ്, സ്ട്രോങ് ആണ്, അടിപൊളി ട്രെയിനർ ആണെന്നൊക്കെ വിചാരിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് താങ്കൾ വിചാരിക്കുന്നുണ്ടോ എന്നുള്ളത് വേറൊരു പോയിന്റ് ആണ്. അവൾ ഒന്നിനും കൊള്ളൂല എന്നാണ് വിചാരിക്കണമെങ്കിൽ നൗ ദാറ്റ് ബ്രാൻഡ്, ഞാൻ ഉദ്ദേശിച്ച സാധനം അവിടെ മീറ്റ് ആവുന്നില്ല. സോ വാട്ട് പോയിന്റ്സ് ഐ ബിലീവ് ദാറ്റ് പീപ്പിൾ ഷുഡ് തിങ്ക് ഐ ഹാവ്, ലൈക്ക് ഷീ ഈസ് വെരി ഹാപ്പി, ഭയങ്കര പോസിറ്റീവ് ആണ്, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു വുമൺ ആണ്, ഷീ ക്യാൻ ഷീസ് കേപ്പബിൾ ഇനഫ് ടു കംപ്ലീറ്റ് ഓൾ ദീസ് തിങ്സ്. ഇതൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ വാട്ട് ഐ ബിലീവ് യു ഷുഡ് ബിലീവ് അബൌട്ട് മീ എന്നുള്ള ഒരു 5 പോയിന്റ്സ് എഴുതാം. Now the third point is ആക്ച്വലി ആൾക്കാർ എന്നെ കുറിച്ച് എന്താ വിചാരിക്കണത്. ഇത് നമ്മൾ വളരെ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഡേ ടു ഡേ ആയിട്ട് നമ്മൾ ഇടപെടുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെടുത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ട് നമ്മൾ ചോദിക്കണം നിനക്ക് എന്നെ കുറിച്ച് എന്തൊക്കെയാണ് തോന്നുന്നത്. അപ്പൊ അവർ പറയും നിങ്ങൾ ഇങ്ങനെയാണ്, സാല ഭയങ്കര ജാടയാണെന്ന് പറയുമ്പോൾ ഞാൻ ജാടയോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ലല്ലോ. അപ്പൊ പീപ്പിൾ ടേക്ക് ഇൻ എ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്. അപ്പൊ അവര് വിചാരിക്കുന്ന പെർസ്പെക്റ്റീവ് എന്താണ്, 5 പോയിന്റ്സ് എടുക്കുക. ഇതില് ഈ 3 ഞാൻ പറഞ്ഞത് വാട്ട് യു തിങ്ക് അബൌട്ട് യുവർ self, what others should think about you, and what others actually think about you. ഈ 3 ലൈനും സ്ട്രെയിറ്റ് വരികയാണെങ്കിൽ യു ആർ എ വെരി സ്ട്രോങ് ബ്രാൻഡ്. നിങ്ങൾ എന്താണെന്നുള്ളതും നിങ്ങൾ എന്ത് മറ്റുള്ളവരെ വിചാരിക്കണം എന്ന് ആഗ്രഹിച്ചു, ആക്ച്വലി എന്താണ് ആൾക്കാർ വിചാരിക്കണം എന്നുള്ളത് സെയിം ആണെങ്കിൽ യു ആർ എ വെരി പവർഫുൾ ബ്രാൻഡ്. ഇത് 3ഉം ഒട്ടും മാച്ച് വരുന്നില്ലെങ്കിൽ യു ആർ എ വീക്ക് ബ്രാൻഡ്. വി ഗോട്ട് ടു വർക്ക്. നമ്മൾ എന്താണെന്നുള്ളതും മറ്റുള്ളവർ നമ്മൾ പെർസീവ് ചെയ്യണ രീതിയും എന്താണ് നമ്മൾ ഈ 3 പോയിന്റിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. Now if you take to any brand, neither your personal brand or organizational brand, നിങ്ങളുടെ ഓർഗനൈസേഷനും ആയിക്കോട്ടെ, ബിക്കോസ് ഓർഗനൈസേഷണൽ ബ്രാൻഡിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിലും നിങ്ങൾ ഈ പറയുന്ന, അതായത് എന്റെ പ്രോഡക്റ്റ് ഭയങ്കര എന്താ പറയാ ശുദ്ധമായ പ്രോഡക്റ്റ് ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു, പക്ഷെ മറ്റുള്ളവർ വിചാരിക്കുന്നില്ലെങ്കിൽ ഇറ്റ്സ് എ വീക്ക് ബ്രാൻഡ്. ഓക്കെ, സോ ഈ 3 പോയിന്റ് എവിടെ നമ്മൾ എത്രത്തോളം നമ്മൾ ക്ലിയർ ആക്കി കൊണ്ടുവരുമോ അത്രത്തോളം നമ്മൾ ഒരു സ്ട്രോങ്ങർ ബ്രാൻഡ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കും പേഴ്സണലി. So I think in this
ഫീഡ്ബാക്ക് ഇസ് വെരി ഇമ്പോർട്ടന്റ് അല്ലേ? ബിക്കോസ് നമുക്ക് നമ്മള് എന്താവണം എന്ന് ആഗ്രഹമുണ്ട്, ആളുകൾ നമ്മളെ കുറിച്ച് എന്ത് കരുതണം എന്ന് ആഗ്രഹമുണ്ട്, ബട്ട് അറ്റ് ദ സെയിം ടൈം ദേ ആർ തിങ്കിങ് സംതിങ് എൽസ്. സോ ആസ്കിങ് ഫീഡ്ബാക്ക് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്, isn't it? അല്ലേ? സോ ആ ഒരു പ്രോസസ്സ് ഒരു ബിസിനസ്സുകാരൻ എങ്ങനെയാ കൊണ്ടുവരാൻ പറ്റുക? ബിക്കോസ് ഞാൻ പലപ്പോഴും നമ്മുടെ സെഷൻസിൽ ഇതിനു മുമ്പൊക്കെ പറഞ്ഞതാണ്, അതായത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഫുഡ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഒരു പക്ഷേ പറയാനുള്ള ഒരു സൗകര്യം അവർ ഒരുക്കി വെച്ചിട്ടുണ്ടാവില്ല പലപ്പോഴും. ഇനി നമ്മളായിട്ടൊരു കുറച്ച് കോൺഫിഡൻസ് ഉള്ള അതൊക്കെ പറയാൻ പ്രശ്നമില്ലാതെ തുറന്നു പറയുന്ന ടൈപ്പ് ആൾക്കാരുണ്ട്, ദേ സേ ഇറ്റ്. അത് പറയുമ്പോൾ അതിനെ പോസിറ്റീവായിട്ട് എടുക്കാത്തൊരു ടീം അവിടെയുണ്ട്. പക്ഷെ നമ്മൾ ഈ 7am ബിസിനസ് ക്ലബ്, ഈ ഒരു ക്ലബിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് വാട്ട് ഈസ് യുവർ അഡ്വൈസ് ഫോർ ദം, what they can actually bring as a process in their business to make sure that there is a feedback system happening in your company? Okay. നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു സ്ഥാപനത്തിൽ പോവുകയാണെങ്കിലും സാധനം വാങ്ങുകയാണെങ്കിലും ആദ്യം ഇപ്പൊ എന്റെ ഒരു ജനറേഷനിലുള്ള ആൾക്കാർ ഗൂഗിൾ എടുത്ത് ഇതിനെ കുറിച്ച് അടിച്ചു നോക്കും. ഒരു ഓർഗനൈസേഷൻ ആവട്ടെ, കമ്പനി ആയിക്കോട്ടെ, ഇനി FRന്റെ അടുത്ത് പോയിന്റ് ചെയ്യാൻ എന്താ പറയാ വർക്ക് ചെയ്യാനായിക്കോട്ടെ, അതിന് മുമ്പ് ഞാൻ ഗൂഗിളിൽ താങ്കളുടെ പ്രൊഫൈൽ നോക്കി, ഓക്കെ ഹി ഈസ് ഗുഡ് ഇനഫ്, ഐ ക്യാൻ അസോസിയേറ്റ് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോ ഇത് നമുക്ക് ഫേക്ക് ചെയ്യാൻ ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ എന്താണോ റിയൽ അത് തന്നെ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് നമ്മൾ എത്ര ഫേക്ക് ചെയ്താലും റിയൽ റിവ്യൂ വന്ന ആൾക്കാർ എഴുതിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്കൊരു ഫേക്ക് ചെയ്യാൻ ദർ ഇസ് ഓൾവേസ് എ ലിമിറ്റേഷൻ. വാട്ട് ഈസ് ഇമ്പോർട്ടന്റ് ഈസ് നിങ്ങൾ ഒത്തന്റിക് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ നാച്ചുറലി ഇതിന് റിവ്യൂ വരുന്ന പ്രോസസ്സ് ഉണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിക്കാം, ക്യാൻ യു ജസ്റ്റ് ഗിവ് മീ എ റിവ്യൂ, ക്യാൻ യു ജസ്റ്റ് ഗിവ് മീ എ ഫീഡ്ബാക്ക് അബൌട്ട് ഇറ്റ്. അത് നമുക്ക് ചോദിക്കാൻ പറ്റും. പക്ഷെ എന്ന് വെച്ചിട്ട് എല്ലാവരുടെ ഒപ്പീനിയനും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എല്ലാവരുടെ ഒപ്പീനിയനും എടുത്തിട്ട് So I think we have lost. I think we have lost Sahla. So she'll be coming back, inshallah. All right, friends. So I hope you guys are enjoying this conversation. Let me just check with her. Your mic is, you're allowed to speak. If you have anything to speak in between, please, you may proceed. In between, let me go and check whether she's available. Hello. Yes, Sahla. Are you back? Okay. Yeah, I'm sorry. പെട്ടെന്ന് കട്ടായി പോയതാണ്. All right. No problem. എന്റെ വീഡിയോ ഓപ്പൺ ആവുന്നില്ലല്ലോ. I'll make it. Yeah. Just a second. ഇപ്പോ? Yeah. I mean, എനിക്ക് ഓപ്പൺ ആക്കുമ്പോ you have yeah. Okay. So അതെ, നമ്മള് you were talking about yes, ആ ഒരു പ്രോസസ്സിനെ കുറിച്ച്, ആ ഫീഡ്ബാക്കിനെ കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതെ. സോ നമ്മള് ഫീഡ്ബാക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ എന്ന് വെച്ചിട്ട് എല്ലാവരും പറയുന്ന എല്ലാ കാര്യവും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് വി ഹാവ് ടു നമ്മൾ ചെയ്യുന്ന കാര്യത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഫീഡ്ബാക്ക് വരണമെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു റിയലി ബോദർ അബൌട്ട് ഇറ്റ്. യു ക്യാൻ ജസ്റ്റ് ലീവ് ഇറ്റ്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. ബിക്കോസ് ദാറ്റ് ഹൗ യു ഗ്രോ. ബിക്കോസ് ഞാൻ എന്റെ ഒരു സെഷൻ അല്ലെങ്കിൽ പബ്ലിക് അപ്പിയറൻസ് തുടങ്ങിയപ്പോൾ ഒരുപാട് പേര് വന്നിട്ട് ഡോണ്ട് ഷോ യുവർ ഫേസ് ഇൻ പബ്ലിക്, അത് തെറ്റാണ്, അങ്ങനെ ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഐ വാസ് ഓൾവേസ് ഫോക്കസ്ഡ് ഓൺ what is my intention in when I do that. ഇത് വളരെ എനിക്ക് ക്ലിയർ ആയിരുന്നു. സോ നമ്മളുടെ intention in doing something, because in this world I personally believe നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ട് ജീവിച്ച് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് മറ്റൊരാളെ ദ്രോഹിക്കുന്നില്ലെങ്കിൽ, either is your business or whatever passion you have, either it is traveling or anything you like to do, you have the freedom to do as far as you're not harming anyone else. പക്ഷേ നമ്മുടെ സൊസൈറ്റിയിൽ കുറെ നോംസ് ഉണ്ട്. ഇങ്ങനെ ആയാലും നല്ലത്, ഇങ്ങനെ ആയാലും ചീത്തത്. ഇതനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ശ്രമിച്ച് ഒരുപാട് പേര് അൺഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട്. ഐ നോ ലോട്ട് ഓഫ് റിച്ച് പീപ്പിൾ ഹു ഹാവ് മെയ്ഡ്, ബിക്കോസ് ഐ എം പേഴ്സണലി വർക്കിംഗ് എന്താ പറയുക, സ്പെഷ്യലി വിത്ത് ഓൺട്രപ്രണേഴ്സ്. പൈസ ഉണ്ട്, പക്ഷെ ഇത് എങ്ങനെ ഇത് കൊണ്ട് ജീവിക്കണം എന്ന് അറിയില്ല. ബിക്കോസ് പീപ്പിൾ ഹാവ് തോട്ട് അബൌട്ട് ദം എ സർട്ടൻ തിങ് ആൻഡ് ദേ ഹാവ് ടു ഫിറ്റ് ഇൻ ടു ദാറ്റ് ദിസ് തിങ്. അപ്പൊ നമ്മളൊരു ബ്രാൻഡിങ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, what actually public should know about you എന്നുള്ളത് ഒരു ക്ലാരിറ്റി വരുത്തുക. ബിക്കോസ് when it comes to personal branding, ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ കയറി നമ്മുടെ എല്ലാവരുടെ ഫോട്ടോ ഇടണാണ് ബ്രാൻഡിങ് എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെയല്ല. That is, you're showcasing your personal life into it.
നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഗനൈസേഷൻ ആണ് ബ്രാൻഡ് ചെയ്യണമെങ്കിൽ ആ ഓർഗനൈസേഷൻ മാത്രമേ നമ്മൾ ഫോക്കസ് കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ ഇപ്പൊ എന്നെ കുറിച്ച് ഐ വോണ്ട് പീപ്പിൾ ടു നോ ഐ ആം എ വണ്ടർഫുൾ ട്രെയിനർ എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുകയും ഞാൻ കുറെ റീൽസിൽ ഡാൻസ് കളിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് ബ്രാൻഡിങ് തെറ്റാണ്. അപ്പൊ നമ്മൾ ആ ക്ലാരിറ്റി വരുത്തണം. എന്താണ് ആൾക്കാർ കാണേണ്ടത്, അത് മാത്രമേ കാണാൻ പാടുള്ളൂ. എവിടെ അത് നിർത്തണം, വിച്ച് ഇസ് ദ പോയിന്റ് ഓഫ് ലിമിറ്റ് ദാറ്റ് ഐ ഹാവ് ടു സേ നോ, ഇത് ഇത്ര മതി എന്നുള്ള ഒരു ക്ലാരിറ്റി വേണം നമ്മൾ ബ്രാൻഡിങ് ചെയ്യുമ്പോൾ. അത് കഴിഞ്ഞ് ഫീഡ്ബാക്ക് ഇസ് പോസിറ്റീവ്. ഓക്കെ, ഇവിടെ ഒരു വലിയ ക്വസ്റ്റ്യൻ ഉണ്ട് എനിക്ക് ചോദിക്കാൻ. ബിക്കോസ് ഇപ്പൊ സഹ്ല ഫോർ എക്സാമ്പിൾ ഓർ മീ മൈസെൽഫ് ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ബ്രാൻഡ് ഉണ്ട്, നമ്മളൊരു ട്രെയിനിങ് കോച്ചിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൺസൾട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ ഉള്ളിലും എന്താ പറയാ, ഒരു ഡാൻസ് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട് ഒരു പക്ഷെ ആക്ട് ചെയ്യാൻ ഇഷ്ടമുള്ള മൊമെന്റ്സ് വരാറുണ്ട്. നമുക്കും പാടാൻ അറിയില്ല, പക്ഷെ നമുക്കും ചിലപ്പോൾ പാടാൻ താല്പര്യമുണ്ടാവും. അപ്പൊ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, നമ്മളെ ക്ലോസ് സർക്കിളിൽപ്പെട്ട ആളുകൾ, അവരുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുകയും അത് അവർ സോഷ്യൽ മീഡിയ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നു. ബട്ട് വെൻ ഇറ്റ് കംസ് ഇൻ എ ഇൻഡിവിജ്വൽ പ്ലേസ്, നമുക്ക് ആരെ എടുക്കാം, വലിയൊരു സെലിബ്രിറ്റി എടുക്കാം, അല്ലെങ്കിൽ അത്യാവശ്യം ഒരു ബ്രാൻഡ് ആയിട്ടുള്ള ഒരാളെടുക്കാം, പക്ഷെ അയാൾക്ക് ഇത് പ്രകടിപ്പിക്കാൻ ഇതൊരു വലിയ തടസ്സമാണ്. വാട്ട് ഹി തിങ്സ് ഓർ വാട്ട് ഈസ് അഡ്വൈസിങ്, ഹൗ ക്യാൻ യു ഡു ദാറ്റ്, യു ആർ എ ഡിഫറെന്റ് പേഴ്സണാലിറ്റി, യു കനോട്ട് ഡു ഇറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞ ഒരാളുടെ സ്വാതന്ത്ര്യം അവിടെ തീർന്നു പോവില്ലേ? അങ്ങനെ നോക്കുമ്പോൾ അയാൾക്ക് ആ ഒരു ബ്രാൻഡിംഗ് മാറില്ലേ? വാട്ട് ഈസ് സ്ട്രാറ്റജി ഓർ അഡ്വൈസ് ഹൗ ടു മാനേജ് ഇറ്റ്? ഇത് റൈറ്റ് ആണ്. ബിക്കോസ് ഞാൻ ഈ പറഞ്ഞ പോലെ ബ്രാൻഡിങ് ഒന്നും തുടങ്ങാതെ ചുമ്മാ അങ്ങോട്ട് ഫേമസ് ആയതാണ്. സോ എനിക്കൊരു 1.5 ലക്ഷം ആൾക്കാരൊക്കെ എനിക്ക് ഫോളോവേഴ്സ് ഒന്ന് ഭയങ്കര സന്തോഷമായി. ആദ്യമൊക്കെ ലുലുലൊക്കെ പോകുമ്പോൾ എല്ലാവരും ഓടി വന്ന് ഫോട്ടോ എടുക്കുന്നത് ഭയങ്കര രസമുണ്ട്. ആൻഡ് ഐ റിയലൈസ് ഐ ലോസ് മൈ പ്രൈവസി ബിക്കോസ് പീപ്പിൾ സ്റ്റാർട്ടഡ് ആസ്കിങ്, സഹൽ എന്തിനാ ജീൻസ് ഇടുന്നത്? അപ്പൊ ഇവർ ഇത്രയല്ലേ കാണുന്നുള്ളൂ, ബാക്കി അടിയിലേക്ക് അവർക്ക് ഒരു ഉദ്ദേശം ഉണ്ട്, ഒരു ഇത് പർദ്ദയായിരിക്കും എന്നുള്ളത്. സോ വാട്ട് ഈസ് ദ പ്രോബ്ലം മീൻസ് പീപ്പിൾ വിൽ സ്റ്റാർട്ട് ഇന്റർഫിയറിംഗ് ഇൻ യുവർ എവറി ആസ്പെക്ട്. അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വാട്ട് ഈസ് ഇമ്പോർട്ടന്റ് ഈസ് നമ്മളൊരു പബ്ലിക് ഫിഗർ ആവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ people will be always nosy, people will be always looking into it, like what is your personal life, where are you, who is your parents, who is your husband, wife എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷെ what is important is നമ്മൾ ചെയ്യുന്ന കാര്യം ഒത്തന്റിക് ആണ്, നമ്മൾ എത്തിക്കലി റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ലൈക്ക് ഇഫ് ഐ വോണ്ട് ടു ഡാൻസ് ഐ ക്യാൻ ഡാൻസ്, പക്ഷെ അതെന്റെ ബ്രാൻഡിങ്ങിൽ ഒരു വ്യത്യാസം, ഒരു കൺഫ്യൂഷൻ വരുത്തുന്നു മാത്രം. ഇവിടെ ഡാൻസിങ്ങിന് വിളിക്കണോ ട്രെയിനിങ്ങിന് വിളിക്കണോ എന്ന് ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഞാൻ തന്നെയാണ് വരുത്തുന്നത്. സോ ഐ കാൻ ജസ്റ്റ് കംപ്ലെയിൻ അബൌട്ട് ഇറ്റ് ആഫ്റ്റർ ദാറ്റ്. ദാറ്റ്സ് യുവർ വിഷ്. നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഡാൻസ് ചെയ്യാം, പാട്ട് പാടാം, ഒക്കെ നമുക്ക് ചെയ്യണം എന്നാണ്. ഞാൻ പേഴ്സണലി എല്ലാം ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ വാട്ട് ഷുഡ് ബി ദ ഫോക്കസ് പോയിന്റ്, എന്നെ സ്റ്റേജിൽ കാണേണ്ട പോയിന്റ് എന്താന്നുള്ളത് വളരെ ക്ലിയർ ആവണം. അത് നമ്മുടെ ഉള്ളിൽ ക്ലിയർ ആയി അതിനു വേണ്ടി തന്നെ വർക്ക് ചെയ്യണം. ബിക്കോസ് നമുക്ക് തന്നെ എഫ്ആറിന് തന്നെ അറിയാം, ഒരുപാട് ബിസിനസ് മാൻ ഹു ആർ വെരി അത്യാവശ്യം സക്സസ്ഫുൾ ബിസിനസ് മാൻ ആണ്. അവർ കുറച്ച് റീൽസ് തമാശയായിട്ടോ ഫണ്ണായിട്ടൊക്കെ ഇട്ടേന് എല്ലാവരും കോമാളികളായിട്ട് ഇപ്പൊ ചിത്രീകരിക്കുന്നുണ്ട്. അവരെന്താ പറയാ, നമ്മളിപ്പോ ഈ റീൽസും ഫൺ പരിപാടികളൊക്കെ ഇറങ്ങിയപ്പോ അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. അതൊക്കെ ഫേസ് ചെയ്യാനുള്ള ഗട്ട്സും നമുക്ക് ഈ ബ്രാൻഡിങ്ങിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കത് വേണം. ഓക്കെ, സോ നമ്മളൊരു പേഴ്സണൽ ബ്രാൻഡിങ് എന്നുള്ളൊരു കൺസെപ്റ്റിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദി ടൈം പീപ്പിൾ ഡസന്റ് ഹാവ് എ ക്ലാരിറ്റി. ഓക്കെ, ഞാൻ എന്തിലാണ് ആക്ച്വലി ആളുകൾ എന്നെ എങ്ങനെയാണ് കാണേണ്ടത് എന്നുള്ള ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് അവർ തന്നെ അവർക്ക് വിനയായിട്ട് വരുന്നുണ്ട്. സോ what is your advice over there to get the clarity in their long term business purpose? അവിടെ അത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ എനിക്കൊരു ഓർഗനൈസേഷൻ ഉണ്ട്, സ്പ്രെഡിങ് റിച്ച്നെസ്. ഇത് ആർക്കും അറിയില്ല, സഹല പർവീൻ ഒരാളെ അറിയൂ. എനിക്ക് ആക്ച്വലി ആഗ്രഹം ഞാനൊരു സക്സസ്ഫുൾ ഓഥർ ആയിട്ട് ആൾക്കാരെ അറിയാനാണ്. പക്ഷെ ആക്ച്വലി സഹല പർവീനെ അറിയുന്നത് കൊണ്ട് മാത്രം, എന്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് എന്റെ ബുക്സ് വാങ്ങുന്നത്. വാങ്ങിക്കഴിഞ്ഞിട്ട് നല്ല അഭിപ്രായം വരുന്നുണ്ട്. So I'm still working on that area, still working. നമ്മളിത് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാന്നുള്ളതാണ്. ലൈക്ക് ആസ്ക് എവറി ഡേ, ഐ ഗോട്ട് ടു ആസ്ക് മൈസെൽഫ് whom I have to be. Am I doing it right? ഇനി തെറ്റായി ചെയ്യുന്നുണ്ടെങ്കിൽ കട്ട് ഇറ്റ്, റീവർക്ക് ഓൺ ഇറ്റ്. ഇത് തന്നെയാണ് ഒരു വഴിയുള്ളൂ. പിന്നെ ഞാൻ ഈ പറഞ്ഞ 3 ക്ലാരിറ്റി ഉണ്ടാവുക. ഞാൻ എന്നെ കുറിച്ച് വിചാരിക്കുന്നതും ആൾക്കാർ വിചാരിക്കുന്നതും എത്രത്തോളം മാച്ച് ചെയ്യാൻ പറ്റും നമ്മൾ ബ്രിങ് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് പബ്ലിക്കിലേക്ക് കിടക്കുമ്പോൾ ഒരുപാട് സജഷൻസ്, ഒരുപാട് കമന്റ്സ്, ക്രിറ്റിസിസംസ് ഒക്കെ വരും. ഇനീഷ്യൽ സ്റ്റേജിൽ എനിക്കതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. എല്ലാവർക്കും ഞാൻ റിപ്ലൈ അയച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ എല്ലാവരും അടുത്തും ഓക്കെ ഫൈൻ, that's okay, that's nice, thank you, എന്ത് പറഞ്ഞാലും താങ്ക് യു പറയാൻ പഠിച്ചു. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ഷുഡ് നോട്ട് എഫക്ട് us. അവര് നമ്മളെ കുറിച്ച് പല കമന്റുകൾ പറയും. ഇറ്റ് ഷുഡ് നോട്ട് എഫക്ട് us because once you reach the top, കമന്റ് ഒക്കെ മാറും. അത് എത്തുന്നത് വരെ ആൾക്കാർ they will just pull on your leg, don't do it. ഇപ്പൊ നല്ല അത്യാവശ്യം നല്ല പ്രൊഫൈൽ ഉണ്ട്, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർ നിങ്ങളെ കുറിച്ച് പലതും പറയും, വിചാരിക്കും. പക്ഷെ as far as your intention is clear, just go forward.
ശരിയാണ്, ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഈവൻ 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് വരെയുള്ള ബ്രാൻഡിന്റെ ഉടമകള് അവർ പോലും അവരുടെ ബ്രാൻഡ് കമന്റ്സിന് താഴെ പോയിട്ട് അതിനുവേണ്ടി അവർ കുറെ സമയം കളയുന്നുണ്ട്. ഐദർ ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ ഓർ ഈ സ്റ്റാഫ് ഓവർ ഇറ്റ് ഈസ് അതിനെ ന്യായീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് ക്ലാരിഫിക്കേഷൻ കൊടുത്തുകൊണ്ട് അൺനെസസറി ടൈം വേസ്റ്റ് ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ സത്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. ഇവരെന്താണ് ബേസിക്കലി ഇവരുടെ ഉള്ളിൽ ഇനിയും കുറെ ക്ലാരിറ്റിയും കുറെ ഒരു സ്പിരിച്വൽ സാധനം വരാനുള്ളതെന്ന് തോന്നാറുണ്ട്. സോ ഹൗ കൻ എ പേഴ്സൺ ബ്രിങ് ദാറ്റ് മെച്യൂരിറ്റി? കമന്റ്സുകളൊന്നും അതിലൊന്നും പ്രൊവോക്ഡ് ആവാതെ പെരുമാറാൻ ഒരാൾക്ക് എങ്ങനെയാണ് ആ മെച്യൂരിറ്റി ബിൽഡ് ചെയ്യാൻ സാധിക്കുക? ബിക്കോസ് യു ഹാവ് ഗോൺ ത്രൂ ദാറ്റ് ട്രാവൽ. അതെ, ബിക്കോസ് ഐ വിൽ ടെൽ യു, ഇപ്പൊ എന്റെ പേജില് 10,000 സബ്സ്ക്രൈബ് ആവുന്നത് വരെയുള്ള കമന്റ്സ് എടുത്ത് നോക്കിയാൽ വൾഗർ ആയിരുന്നു. പീപ്പിൾ കമന്റ് വൾഗർ തിങ്സ്. 1,00,000 ആയി കഴിഞ്ഞപ്പോ കമന്റ് ഇടുന്നതും വേറൊരാൾ വന്ന് അതിന് ഉത്തരം കൊടുത്തോളൂ. നമ്മൾ ആക്ച്വലി സ്നേഹിക്കുന്ന ആൾക്കാർ വന്ന് അതിന് ഉത്തരം കൊടുത്തോളൂ. പിന്നെ നമുക്ക് ഈ മെച്യൂരിറ്റി വരുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റിന് റിപ്ലൈ ചെയ്യാൻ സമയമില്ലാത്തത്ര കമന്റുകൾ നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കും. സോ ഐ വിൽ ടെൽ യു വൺ എക്സ്പീരിയൻസ്. ഇപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് കുറച്ചു കാലം ഞാൻ വീഡിയോസ് ഇടാതെ ഇപ്പൊ ഇട്ടു തുടങ്ങിയപ്പോ അധികം ഭയങ്കര ഫോളോവേഴ്സ് ഒന്നും കാണുന്നില്ല. അപ്പൊ ഞാനൊരു ഒരു ഒരു ഡോഗിനായിട്ടൊരു ഫോട്ടോ ഇട്ടു. ഞാൻ നിൽക്കുന്നുണ്ട് ഒരു ഡോഗായിട്ട്. ബിക്കോസ് ഐ ഹാഡ് എ ഫോബിയ ഫോർ ഡോഗ്സ്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. സോ വെൻ ഐ വെന്റ് ടു വൺ ഓഫ് മൈ മെന്റർ, ഹി ഹാഡ് എ ഡോഗ് ഇൻ ഹിസ് ഹൗസ് ആൻഡ് ഹി ടോൾഡ് മീ ഡോഗ്സ് ഇങ്ങനെയാണ്, ഇവർ ഇത്ര ഇതുള്ളൂ, ഇത് പേടിക്കേണ്ട ആവശ്യമില്ല, പേടിച്ചാലാണ് അവർ കടിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ആ ഫോബിയ പോയപ്പോ ചുമ്മാ ഞാൻ ഒരു ഫോട്ടോ എടുത്ത് ഈ ഫോട്ടോ ഞാൻ FB ഇട്ടു. ഇതിന് 1,00,000+ എന്താ പറയാ ആൾക്കാർ ഷെയർ ചെയ്തേക്കുന്നു, സഹലയും മറ്റേ പട്ടിയും എന്നും പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഇത് എന്താ ഒരു ചാനൽ ഇന്റർവ്യൂവിൽ ഒരു ക്വസ്റ്റ്യൻ, സഹല പർവീൻ എന്ന് പറയുന്ന ഒരാളും ദുൽഖർ സൽമാനും പട്ടിയെ കുറിച്ച് ഇട്ടത് ഭയങ്കര പ്രശ്നമായല്ലോ എന്ന്. അപ്പൊ ഐ വാസ് ലൈക്ക്, ഇതൊക്കെ ഇത്ര റീച്ച് കിട്ടുന്നു. അപ്പൊ ആൾക്കാർ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ്. സോ പീപ്പിൾ കീപ് ടോക്കിംഗ്, പീപ്പിൾ ആർ ലുക്കിംഗ് ഫോർ നെഗറ്റീവ് തിങ്സ്. പക്ഷെ നമ്മളത് ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ആസ് ഫാർ ആസ് യുവർ ഇന്റൻഷൻ ഇസ് റൈറ്റ്, യു ആർ ഡൂയിങ് എ ബിസിനസ് വിച്ച് ഈസ് റൈറ്റിയസ്, വിച്ച് ഈസ് ഗിവിംഗ് യു ലോട്ട് ഓഫ് ഹാപ്പിനെസ്, മണി ആൻഡ് ഗ്രോത്ത്. ബിക്കോസ് മണി ഈസ് equally important when you come to your career. നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്തിട്ട് പൈസ വേണ്ടാന്ന് പറഞ്ഞിട്ട് എവിടെ ഇരിക്കാൻ പറ്റില്ല. ആൻഡ് ഇറ്റ് കംസ് ടു ബിസിനസ്, പ്രോഫിറ്റ് ആണ് അതിന്റെ ഒരു ഓക്സിജൻ എന്നുള്ളത്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. സോ അത് തരുന്ന ഒരു ബിസിനസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ നിങ്ങൾക്ക് വളർത്തിയെടുക്കാനുള്ള നിങ്ങളുടെ ഇതില് ആൾക്കാർ പല കമന്റും ചെയ്യും. യു ഡോണ്ട് ഹാവ് ടു ബോദർ ആസ് ഫാർ ആസ് വാട്ട് യു ആർ ഡൂയിങ് ഈസ് റൈറ്റ് എന്ന് നിങ്ങളുടെ ഉള്ളിൽ ഉറപ്പുണ്ടെങ്കിൽ. ഇവിടെ ഒരു ഡൗട്ട് വരികയാണ്, ലൈക്ക് നമ്മൾ സ്മഗ്ലിംഗ് ആണ് ചെയ്യണമെങ്കിൽ ഉള്ളിൽ എപ്പോഴും ഒരു പേടി ഉണ്ടാവുമല്ലോ, എന്നെ പിടിക്കോ എന്നുള്ളത്. അവിടെ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ബിക്കോസ് വാട്ട് യു തിങ്ക് is going to become your reality. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലാണല്ലോ നമ്മൾ ഈ പേഴ്സണൽ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഇത് മോസ്റ്റ്ലി അബൌട്ട് സോഷ്യൽ മീഡിയ. നമുക്ക് അല്ലാതെ പേഴ്സണൽ ഉള്ളതിനൊരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ ഈ സോഷ്യൽ മീഡിയ സഹല ഉൾപ്പെടെയുള്ള ആളുകൾ, ഈവൻ നമ്മളൊക്കെ ആളുകളോട് പറയുന്നത് നിങ്ങളത് ശ്രദ്ധിച്ച് ഉപയോഗിക്കണം, രാവിലെ തന്നെ എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇരിക്കരുത്, അവിടെ നെഗറ്റീവ്സ് ഉള്ള ഒരു ഏരിയ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഒരു നോർമൽ ആയിട്ട് ഉള്ള ആളുടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൗ കൻ യു ലിവ് വിതൗട്ട് ദിസ്? ബിക്കോസ് ഇത് ന്യൂസ് പേപ്പറിന് പകരം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ട് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എനിത്തിങ് സംതിങ് വിച്ച് ഇസ് കമ്മിങ്, ഒരു ന്യൂസ് പേപ്പറിൽ വരുന്നതിന് മുമ്പ് തന്നെ എവറിഥിങ് ഈസ് ദെയർ. നമ്മൾ അതിന് കൂടെ നടന്നിട്ടില്ലെങ്കിൽ പലതും നമ്മൾ അറിയാതെ പോകും. പലതും എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്ട്ലി ഗുണങ്ങളാവണമെന്നില്ല, ബട്ട് സ്റ്റിൽ വി ആർ മിസ്സിംഗ് ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. സോ അവിടെ എങ്ങനെ കറക്റ്റ് ആയിട്ട് ഒരു ഫിൽട്ടർ കീപ്പ് ചെയ്തുകൊണ്ട് എന്നാൽ സോഷ്യൽ മീഡിയയിൽ പ്രസൻസ് നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കാം? നമ്മൾ സോഷ്യൽ മീഡിയനെ കുറിച്ച് മനസ്സിലാവേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്ഥിരമായി കാണുന്ന റീൽസിന്റെ സിമിലർ ആയിട്ടുള്ള റീൽസ് അല്ലെങ്കിൽ കാര്യങ്ങളാണ് അവർ നമുക്ക് സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദാറ്റ്സ് ഹൗ ഇറ്റ്സ് അൽഗോരിതം വർക്ക്. സോ വാട്ട് ഈസ് ഇമ്പോർട്ടന്റ് ഈസ് നെഗറ്റീവ് ആയിട്ടുള്ള ചാനലുകൾ സ്ഥിരമായി കാണുന്ന ആൾക്കാർക്ക് അവർ നെഗറ്റീവ് ആയിട്ടുള്ള ലൈക്ക് ഇഫ് യു ലൈക്ക് ലഡു യു വിൽ ഗെറ്റ് മോർ സ്വീറ്റ്സ്. നമുക്ക് അങ്ങനെയാണല്ലോ നമുക്കൊരു ഇത് സെർവ് ചെയ്യുക എന്ന് പറയുന്ന പോലെ. എന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ ഇറ്റ്സ് വെരി ലെസ് നെഗറ്റീവ് വീഡിയോസ് കംസ് ആൻഡ് പോപ്സ് ഇൻ ടു ഇറ്റ്, ബിക്കോസ് ഐ ബ്ലോക്ക് ഓൾ ദ നെഗറ്റീവ് വീഡിയോസ്. ഇനീഷ്യൽ സ്റ്റേജിൽ അത് വരുമ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്യും. ലൈക്ക് സർട്ടൻ ചാനൽസ് ലൈക്ക് കർമ്മ എന്നൊക്കെ പറഞ്ഞ ചാനലൊക്കെ വന്ന് അതിന്റെ കണ്ടന്റ് കണ്ടാൽ നമുക്ക് അത് കാണാൻ തോന്നും, കണ്ടാൽ ഒരു കുന്തുണ്ടാവുകയല്ല, എന്നാൽ പേടിപ്പിക്കുകയും ചെയ്യും. സോ ഓൾ ദിസ് തിങ്സ് വി ഹാവ് ടു ബി കോൺഷ്യസ് ആയിട്ട് ഈ ചാനലുകളെ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ട് നമുക്ക് ആഗ്രഹമുള്ള കാണണമെന്ന് വിചാരിക്കുന്ന സാധനങ്ങളെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക. ബിക്കോസ് അല്ലെങ്കിൽ നമ്മളെ ടൈം ഫുള്ള് തിന്നുകൊണ്ടിരിക്കും. സോ ഐ ഹാവ് എൻ എക്സാക്ട് ക്ലാരിറ്റി, ഇത്ര മണിക്കൂർ ഞാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുള്ളൂ എന്നുള്ളത്. അത് അത്ര തന്നെ അതിനെക്കാട്ടി കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യുവർ ടൈം ഈസ് നോട്ട് ഇൻ ടു യുവർ കൺട്രോൾ. പിന്നെ ഈ പറയുന്ന പാഷനേറ്റ് ആയിട്ടുള്ള വർക്ക് ചെയ്യാതെ ബ്രാൻഡിങ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. നമുക്കൊരു സാധനം ഉണ്ടെങ്കിലല്ലേ വിൽക്കാൻ പറ്റുള്ളൂ. Yeah, that's a point.
നമ്മൾ പേഴ്സണൽ ബ്രാൻഡിങ് ഓണ്ടർപ്രണർഷിപ്പുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ചില ബിസിനസ്സുകൾക്കെങ്കിലും പേഴ്സണൽ ബ്രാൻഡിങ് ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു മാർബിള് വീടിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാർബിൾ നല്ലതാണോ എന്നുള്ളതാണ് നമ്മൾ അതിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് നമ്മൾ നോക്കുന്നത്, അതിൻ്റെ പുറകിൽ ആരും നോക്കുന്നില്ല. പക്ഷേ നമ്മളൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആ ഒരു വ്യക്തിയുമായിട്ട് കൂടുതൽ ബന്ധമുള്ള ട്രാവൽ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അവിടെയൊക്കെ ഒരു പക്ഷേ പേഴ്സണൽ ബ്രാൻഡിങ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ മൈ ക്വസ്റ്റ്യൻ, ഓക്കെ, ഒരാൾ ഐഡന്റിഫൈ ചെയ്തു എൻ്റെ പേഴ്സണൽ ബ്രാൻഡിങ് എന്നുള്ളതും എൻ്റെ ബിസിനസ്സിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, ഞാൻ ഇങ്ങനെ ആയപ്പോരാ എന്ന് ആൾ തീരുമാനിക്കുന്നു. പക്ഷെ ആൾക്ക് ഏറ്റവും തുടക്കത്തിൽ ആളെ അറ്റൻഡ് ചെയ്യുന്ന, അയാൾക്ക് ഒപ്പോസ് ചെയ്യുന്ന ആളുകൾ ആളുടെ ഒരു ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാരായിരിക്കും, അല്ലെ? ഒരു പക്ഷെ അവർ തമാശയിലായിരിക്കും പറയുന്നുണ്ടാവുക. ചില ആളുകൾ അവർക്ക് ഇതിനെക്കുറിച്ച് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ കാണിക്കുന്ന ആളുടെ പല ഗസ്റ്റേഴ്സും ഭയങ്കര ബോറിംഗ് ആയിരിക്കാം. ഇതൊക്കെ അവരുടെ കൺസേൺ ആയതുകൊണ്ട് ഈ ഒരു വലയം പൊട്ടിച്ചു മുന്നോട്ട് പോകുക എന്നുള്ളത് വലിയൊരു പ്രയാസമാണ് സാധാരണക്കാരന്. So what is your advice? അവിടെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? Because they are also important for us, but our purpose of making a great brand is also important. So how can we manage that? ഇതിലിപ്പോ ഏതൊരു ബിസിനസ് ആണെങ്കിലും ഈവൻ ഇറ്റ് ഗെറ്റ്സ് ടു മാർബിൾ ഓൾസോ, അയാൾ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ഹെൽപ്പ്. അത് നല്ല രീതിയിലാവണം കേട്ടോ. ബിക്കോസ് സ്റ്റീവ് ജോബ്സ് ആപ്പിൾ ബ്രാൻഡ് ചെയ്യുന്ന അതേപോലെ തന്നെ സ്റ്റീവ് ജോബ്സിനെ ഒരേപോലെ ബ്രാൻഡ് ചെയ്ത് കൊടുത്തു. ഒരുപാട് പേര് സ്റ്റീവ് ജോബ്സിന് ഇഷ്ടമായതുകൊണ്ട് ആപ്പിൾ വാങ്ങുന്നവരുണ്ട്, ഒരുപാട് പേര് ആപ്പിൾ വാങ്ങുന്നതുകൊണ്ട് സ്റ്റീവ് ജോബ്സ് ആണ് ഹെഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ സാംസങ്ങിന്റെ ഹെഡ് ആരാന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല. സോ ഈച്ച് ഓർഗനൈസേഷൻ ഹാവ് ഇറ്റ്സ് ഓൺ സ്ട്രാറ്റജി, how it should brand itself, how it should position itself, how it should stay itself. ഇത് ആസ് എൻ ഓൺടർപ്രണർ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വേണം. Now second, ഏറ്റവും വലിയ എന്താ പറയാ ഒരു പോയിന്റ് ഓഫ് ഡിഫിക്കൽട്ടി വെൻ യു കം ടു പേഴ്സണൽ ബ്രാൻഡിങ്. നമ്മൾ നല്ല രസത്തിൽ പേഴ്സണൽ ബ്രാൻഡ് ചെയ്ത് ടോപ്പിലെത്തി, ആ നേരത്തെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കമന്റ് നമ്മളെ കുറിച്ച് വന്നു, സോഷ്യൽ മീഡിയ ഓർ ഇപ്പോഴത്തെ ന്യൂസ് ചാനൽ അതൊക്കെ പല രീതിയിൽ എന്താ പറയാ അതൊക്കെ നമ്മളെ പ്രസന്റ് ചെയ്യും. ഇത് നമ്മളെ ബ്രാൻഡിനെ ബാധിച്ചാൽ അത് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൂടി നമുക്ക് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. Third thing is, as FR was asking, ഏറ്റവും ഡിഫിക്കൽട്ട് ടു ബ്രാൻഡ് യുവർ സെൽഫ് ഈസ് വിത്ത് യുവർ ഫസ്റ്റ് സർക്കിൾ. ബിക്കോസ് ദേ ബിലീവ് ഇവൻ ഇങ്ങനെയല്ല ഇപ്പൊ വളർന്നത്, ഇവൻ എവിടം വരെ പോകുന്ന ഒരു ഐഡിയ ഉണ്ട് എനിക്ക് എന്നുള്ളത്. അതിന്റെ മുകളിലേക്ക് നമ്മൾ പോണത് കാണുമ്പോൾ നമ്മുടെ ഫസ്റ്റ് സർക്കിളിലാണ് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ട്. എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു യുവർ ഓൾ ആർ നോട്ട് ഡൂയിങ് ഇറ്റ് ഇൻ നെഗറ്റീവ് സെൻസ്. പക്ഷേ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ ദം. നമ്മുടെ കൂടെ ക്ലാസ്മേറ്റ്, ഇപ്പൊ എന്റെ ക്ലാസ്സിൽ പഠിച്ച എന്റെ കുട്ടികൾക്ക് എന്നെ കുറിച്ച് ഇപ്പോൾ ഇതൊക്കെ ചെയ്യോ, ഇവൾ എങ്ങനെ ഇതൊക്കെ ചെയ്ത് എന്നൊരു സാധനം വരും. സോ ദേ വിൽ ടീസ് യു ടിൽ യു reach a position. So അത് കേൾക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് കേൾക്കാതെ നിങ്ങൾ മുന്നോട്ട് പോവുക. ബിക്കോസ് when it comes to branding, when you are branding എന്നുള്ളത് ഒരു കോൺഷ്യസ് എഫേർട്ട് ആണ്, ഒരു കോൺഷ്യസ് എഫേർട്ട് that the public is going to know you more than your first circle of ആൾക്കാർക്ക് അറിയാലോ, അവിടെ നമ്മൾ ബ്രാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു സെക്കൻഡ് സർക്കിൾ ഓഫ് പീപ്പിൾ ഹു ഡോണ്ട് നോ യു, ഇന്നലെ വരെ എന്നെ അറിയാത്ത ഒരാൾ ഇന്ന് എന്നെ അറിയുന്നതാണ് ബ്രാൻഡിങ്. അപ്പൊ അതിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് പേരുടെ പല കമന്റും ക്രിറ്റിസിസവും വരും. ഇത് നമ്മൾ ചെവി അടച്ചു വെച്ച് പോവാന്നല്ലാതെ റൈറ്റ് ആയിട്ടുള്ള സജഷൻസ് നമുക്ക് എടുക്കാം. സാല ഇപ്പൊ ഇങ്ങനെ സംസാരിച്ചാൽ ശരിയായില്ല, ഓക്കെ, ആ പറഞ്ഞത് കറക്റ്റ് ആണെങ്കിൽ ലെറ്റ് മി ടേക്ക് ഇറ്റ്, ബട്ട് don't stop it for anyone, because something that gives you happiness in doing, something that helps your organization or yourself to grow, keep doing it. Because നമ്മുടെ ഈ ചെറിയ ലൈഫിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ലോകത്തിന് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. നമ്മൾ ഒന്നും കൊണ്ടുപോകുന്നില്ലല്ലോ. സോ ഐ ബിലീവ് വാട്ട് എവർ യു ക്യാൻ ഡു വിത്ത് ലവ്, വിത്ത് പാഷൻ, that makes you happy, keep doing it. Yeah. സോ നമുക്ക് അവസാനത്തെ 20 മിനിറ്റ്സിലോട്ട് നമ്മൾ വളരെ പെട്ടെന്ന് എത്തിയിട്ടുണ്ട്. തുടങ്ങാൻ ആദ്യം ഒരു 5 മിനിറ്റ് ലേറ്റ് ആയി തോന്നുന്നു. സോ ഇഫ് എനി ക്വസ്റ്റ്യൻ യു മേ പ്ലീസ് റൈസ് യുവർ ഹാൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഓക്കെ, നിങ്ങളുടെ കൈ നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്ത് വെച്ചോളൂ. I'll give you opportunity for asking questions to Sahla, but make sure that you are asking in related to the title what we decided. Okay, so ഇപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ സഹല, ഇതൊരു കോൺഷ്യസ് എഫേർട്ട് ആണെന്ന് പറയുമ്പോൾ കോൺഷ്യസ് എഫേർട്ട് എടുത്ത് ഒരു പേഴ്സണൽ ബ്രാൻഡിങ്ങിന് ഒരാൾ തുനിഞ്ഞിറങ്ങുന്നു. അപ്പം എല്ലാ വീക്കിലും ഒരു 2 വീഡിയോ അല്ലെങ്കിൽ 2 തരത്തിലുള്ള 2 അപ്ഡേറ്റ്സ് അയാളുടെ ഭാഗത്ത് നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആസ് എ ഹ്യൂമൻ ബീങ് അയാൾക്ക് അയാളുടേതായ ഇമോഷണൽ ഫ്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ അയാളുടെ യാത്ര ഉണ്ടാവും, അയാളുടെ വേറെ കമ്മിറ്റ്മെന്റ്സും അയാളുടെ ബിസിനസ്സിൽ വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഒരു നേരത്തെ ആളുകൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അവിടെ റെഗുലറായിട്ട് പ്രസൻസ് കൊടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ നമ്മൾ പുറകെ പോകും, അല്ലെ? അപ്പൊ ആ സമയത്ത് പിന്നെ നമ്മൾ 2 മാസം 3 മാസം ബ്രേക്ക് ഇട്ട് വരുമ്പോഴേക്കും അത് ഒരു പ്രശ്നമാവുന്നുണ്ട്. സോ വാട്ട് ഡു യു തിങ്ക്,
അത് അങ്ങനെ തന്നെ പോലാണോ അതിന്റെ ഒരു വഴി, അല്ലെങ്കിൽ അവിടെ വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് മേക്കപ്പ് ചെയ്യാനുള്ള എന്തെങ്കിലും അഡ്വൈസസ് ഉണ്ടോ? ഇപ്പോ വളരെയധികം PR ഏജൻസീസ് ഉണ്ട്. ദേ ഹെൽപ്പ് us ടു ഗോ ഫോർവേഡ്. ഇപ്പൊ എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ഐ ഹാവ് എ സ്റ്റാഫ് ഹു ഈസ് വർക്കിംഗ് ഓൺ മൈ PR വർക്ക്. ഇൻ ദ സെൻസ് ഇപ്പൊ ഞാൻ ലാസ്റ്റ് 3 to 4 months ഐ വാസ് നോട്ട് ഡൂയിങ് എനി സെഷൻ. പക്ഷെ എന്റെ സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവ് ആണ്. അത് പഴയ വീഡിയോസ് ഇടുവെന്നെങ്കിൽ അല്ലെങ്കിൽ പോസ്റ്റുകൾ ഇങ്ങനെ എന്റെ ബുക്സിൽ തന്നെ കോഡ്സ് എടുത്തിടും. സോ നമുക്കത് ലൈവായി ഇരിക്കണം എന്നാണ് ആഗ്രഹം. ബിക്കോസ് എന്റെ വൺ ബിഗ് സെയിൽ ഈസ് മൈ ബുക്സ്. ഈ ബുക്ക് സെയിൽ ആവണത് ഡയറക്ട്ലി ഞാൻ ഉണ്ട് എന്ന് അറിയുമ്പോഴാണ്. അപ്പൊ ഇത് ഉണ്ട് എന്ന് അറിയണത് എന്റെ സോഷ്യൽ മീഡിയയിലാണ്. അപ്പൊ ആ ഒരു ഇതിന് ഒരാളെ നമുക്കൊരു സ്റ്റാഫിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ ദർ ആർ ലോട്ട് ഓഫ് PR ഏജൻസീസ്. പക്ഷെ ഈ പറയുന്ന കണ്ടന്റ് അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന കണ്ടന്റ് അത് നിങ്ങളുടെ സ്വന്തം കണ്ടന്റ് ആവുകയാണ് പേഴ്സണൽ ബ്രാൻഡിങ്ങിന് ഏറ്റവും നല്ലത്. ബിക്കോസ് ദർ ആർ ലോട്ട് ഓഫ് ചാനൽസ് ഹു ടേക്സ് അതേഴ്സ് കണ്ടന്റ് ആൻഡ് പുട്ട് ഇറ്റ്. പക്ഷെ അവിടെ പേഴ്സണൽ ബ്രാൻഡ് ഗ്രോ ആവുന്നില്ല. ഓക്കെ ഓക്കെ കേൾക്കുന്നവരൊക്കെ മനസ്സിലാക്കേണ്ടത് ഇതൊരു ട്രെയിനറുടെ പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ കുറിച്ച് മാത്രമല്ല നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ആ ഒരു ഇൻട്രസ്റ്റിൽ ആയതുകൊണ്ട് പക്ഷെ അങ്ങനെ ലിമിറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണം നിങ്ങളുടെ റൈറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇതിനെ കൂടുതൽ മീനിങ് ഫുൾ ആക്കാൻ വേണ്ടിയിട്ട്. സോ സാധാരണ ആളുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, അവർക്ക് വളരെ വിമർശനങ്ങൾ ഉണ്ടാവുന്നുണ്ട് ചിലപ്പോൾ അവർ സോഷ്യൽ മീഡിയയിലോട്ടൊക്കെ പ്രസൻസ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത്. അപ്പോൾ പക്ഷെ കുറെ മിസ്റ്റേക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട്. നമ്മൾ ഒരിക്കലും അവരത് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടോ ചില മിസ്ലീഡ് ചെയ്യപ്പെട്ട ഗൈഡൻസ് എവിടെന്നെങ്കിലും കിട്ടുന്നതുകൊണ്ടൊക്കെയാണ് അവരത് ചെയ്യുന്നത്. സഹ്ലയുടെ ഒരു നോട്ടത്തിൽ ഏതൊക്കെ തരത്തിലുള്ള അങ്ങനെയുള്ള ഏതെങ്കിലും മിസ്റ്റേക്സ് നോട്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ആളുകളുടെ പേരൊന്നും പറയാത്തത് കൊണ്ട് യു ക്യാൻ ഡെഫിനറ്റ്ലി സേ ഇറ്റ് സോ ദാറ്റ് ദേ ക്യാൻ ആക്ച്വലി റെക്ടിഫൈ ഇറ്റ്. So what are the mistakes people do in social media when it comes in their personal brand building? See, it depends upon what kind of brand you have to build. ആരും ഒരു മിസ്റ്റേക്ക് ചെയ്തു എന്ന് എനിക്ക് കാണിക്കാനില്ല. ബിക്കോസ് ഓരോ ആൾക്കാർ ഇടുന്ന കണ്ടന്റ് അവർക്ക് ഇഷ്ടമുള്ള കണ്ടന്റ് ആണ്. ചില ആൾക്കാർ ഭയങ്കര പ്രൊഫഷണലായി വർക്ക് ചെയ്യുന്ന ഒരു ആൾക്കാരായിരിക്കും, പക്ഷെ ഡാൻസ് കളിക്കാൻ ഇഷ്ടമായിരിക്കും. അത് ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇയാൾ ഇന്നലെ വരെ ഭയങ്കര സീരിയസ് ആയിരുന്നല്ലോ, ഇന്ന് എന്താ ഈ ഡാൻസ് കളിക്കണം തോന്നും. അതില് there is nothing called as mistake, but ആ രീതിയിലായിരിക്കും ആൾക്കാരുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാവുക. അത് തിരുത്താനായിട്ട് ബുദ്ധിമുട്ടാണ്. ലൈക്ക് എന്താ പറയുക, ഇപ്പൊ ഞാനിങ്ങനെ ഷോൾ ഇടുന്നത് കൊണ്ട് ആൾക്കാർ സാല ഭയങ്കര റിലീജിയസ് ആണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. വിച്ച് ഈസ് ഐ ബിലീവ് റിലീജിയൻ ഈസ് സംതിങ് വെരി പേഴ്സണൽ ബിറ്റ്വീൻ മീ ആൻഡ് ഗോഡ്. അത് ഒരാളെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. സോ വെൻ പീപ്പിൾ ആസ്ക് മീ ടു ടേക്ക് റിലീജിയസ് ക്ലാസ്സസ് ഐ റിജക്ട്. അത് റിജക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രോബ്ലം വരും. അയ്യോ എന്താ അപ്പൊ ഐ റിമെമ്പർ ദർ ആർ പീപ്പിൾ ഹു കോളിംഗ് മീ ആൻഡ് സേയിങ് സാല ഈ തട്ടം മാറ്റിയാൽ കുറേം കൂടി ആൾക്കാർക്ക് ആക്സെപ്റ്റബിൾ ആവും. വിച്ച് ഐ സെഡ് നോ. സാല ഈ തട്ട ഒന്നും കൂടി വൃത്തിക്ക് ഇട്ടാൽ കുറെ കൂടി അക്സെപ്റ്റബിൾ ആവും. വിച്ച് അഗൈൻ ഐ സെഡ് നോ. ബിക്കോസ് ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ ചോയ്സുകളാണ്. അപ്പൊ നമ്മളൊരു ബിസിനസ് ആണ് ബ്രാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ ആ ബിസിനസ് വലുതാക്കുക. അതേ സമയത്ത് ഇതിന്റെ ഒപ്പം ഞാനുണ്ട് അല്ലെങ്കിൽ ഞാനാണിത് ഓൺ ചെയ്യുന്നത് എന്ന് അറിയിക്കുന്ന രീതിയിൽ നമ്മളൊരു പ്രൊഫൈലിംഗ് ഉണ്ടാക്കുക. ഐ ഹാവ് ഫൗണ്ട് ലോട്ട് ഓഫ് പീപ്പിൾ ഹു ഡോണ്ട് ലൈക്ക് ടു കം ഫോർവേഡ്. ഇപ്പൊ ഐ വിൽ ടെൽ യു ആൻ എക്സാമ്പിൾ. വൺ പേഴ്സൺ ഹു കേം ആൻഡ് spoke even in your എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള കൊച്ചോസഫ് ചിത്ലപ്പള്ളി സാർ. അപ്പൊ സാർ ഹി ഈസ് ബിൽഡിംഗ് ഹിസ് ബ്രാൻഡ് ആൻഡ് ഓർഗനൈസേഷൻ ഈക്വലി. ഇപ്പൊ സത്യം പറഞ്ഞ ആളുടെ ബ്രാൻഡാണ് ഐ ഫീൽ ഓർഗനൈസേഷനെക്കാട്ടി വലുതായി നിൽക്കുന്നത്. ബിക്കോസ് വി ട്രസ്റ്റ് ഹിം. പക്ഷെ ആളുടെ മക്കൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ നോട്ട് ഫോക്കസ്ഡ് ഇൻ ബിൽഡിംഗ് ദെയർ പേഴ്സണൽ ബ്രാൻഡ്. ദേ ആർ ഓൺലി ഫോക്കസ്ഡ് ഇൻ ബിൽഡിംഗ് ഓർഗനൈസേഷൻ. സോ ഇറ്റ്സ് എ ചോയ്സ്. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു എ സ്റ്റാർട്ടപ്പ് ഇറ്റ് ഈസ് ഓൾവേസ് ഇമ്പോർട്ടന്റ്. എന്താ പറയാ, നമ്മൾ ചെറിയ ബിസിനസ് ആണെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യണത് വളരെ, കാരണം ആൾക്കാർക്ക് ട്രസ്റ്റ് ചെയ്യാൻ ഒരു പോയിന്റ് ഉണ്ട് അല്ലെ. നമുക്കൊരു അക്കൗണ്ട് ഉണ്ട്, ഒരുപാട് ആൾക്കാർ ഓൾറെഡി ആ ആൾ അക്കൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ I think people can trust you more, feel to invest with you more. നമ്മളൊരു പൈസ വാങ്ങുമ്പോൾ തന്നെ ഇയാളെ കുറിച്ച് ഒരു വേറെബോട്ട് നമുക്ക് അറിയില്ലെങ്കിൽ അത് നമുക്കൊരു പേടിയായിരിക്കും. പക്ഷെ പൈസ കൊടുക്കാനൊക്കെ കുറേം കൂടി നമുക്കൊരു ഫീൽ തോന്നും when they have a proper brand already. Yeah. So I think നേരത്തെ സഹല എന്ന് പറഞ്ഞ പോലെ ഒരു PR ഉണ്ടെന്ന് പറയുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ മാസീവായിട്ട് ഇൻവോൾവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു PR അവർ വെക്കുന്നത് അല്ലെങ്കിൽ അവർ മെന്ററിങ് കൊടുക്കാൻ പറ്റുന്ന ആൾ കൂടെ ഉണ്ടെങ്കിൽ ഇത്തരം മിസ്റ്റേക്കുകളൊക്കെ ഒരു പരിധി വരെ ഒഴിവാക്കാൻ സാധിക്കും. സോ വിൽ ഗോ ടു ദ ക്വസ്റ്റ്യൻ. ഐഫോൺ എന്ന പേരിലുള്ള ഒരാളുണ്ട്. താങ്കളുടെ പേരൊന്ന് പറയൂ, എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. Keep in mind that we have a title to discuss today: how personal branding helps in your entrepreneurial journey. Yes, iPhone. Sorry, I don't know your name. iPhone. Okay. Nafisat. Can you hear me? Yeah. Hey, good evening.
you very much for the wonderful conversation. Personally, the question I have might be a little bit of a tangent from the topic in and of itself, but I'm curious to know, you spoke about intention, and ma'am, Prasha mentioned that the financial need was never a motivator. But at the same time, you realize that it is important to identify your financial value. I'm curious to know what your intention then really is, because I'm at that point where I'm struggling with intention and the desire to be financially independent. So I'm curious to know what that overpowering intention is that kept you moving. Okay, whatever നമ്മൾ ചെയ്യുന്ന കാര്യം, I don't know what you're into, but whatever the business or your service നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അത് നമ്മൾ ഒത്തന്റിക് ആയിട്ടും റിയൽ ആയിട്ടും സോൾഫുൾ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ യു ഗോട്ട് ടു റിയലൈസ് യുവർ വാല്യൂ, യുവർ ടൈമിന്റെ വാല്യൂ നമുക്കൊരു ക്ലാരിറ്റി വേണം. ഓക്കെ, ഇഫ് ഐ സേ ഐ ക്യാൻ ചാർജ് 1 lakh rupees ഫോർ മൈ 1 hour, അത് കേൾക്കുമ്പോൾ ആൾക്കാർ ഞെട്ടരുത്. ബിക്കോസ് ഞാൻ ഞെട്ടരുത് ഫസ്റ്റ് തിങ്, ബിക്കോസ് എനിക്ക് അത്ര വാല്യൂ ഉണ്ട്, ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് അത്രയും വ്യത്യാസം വരുത്താൻ പറ്റും ഒരാളുടെ ലൈഫിൽ എന്നുള്ള ഒരു വിശ്വാസം, ആൻഡ് യു മേക്കിംഗ് ഇറ്റ് ആൻഡ് യു ഡൂയിങ് ഇറ്റ്. സോ നമ്മളത് ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് ഒരുപാട് ഹാപ്പിനെസ് കിട്ടുന്നുണ്ടെങ്കിൽ ഓൺലി ഇഫ് യു ആർ ഏബിൾ ടു ടേക്ക് കെയർ ഓഫ് യുവർ ഓൺ നീഡ്സ് ആ ഹാപ്പിനെസ് റിയൽ ആവുള്ളൂ. ഇഫ് യു ആർ ഡിപ്പെൻഡിങ് ഓൺ സമൺ എൽസ് ആൻഡ് യു ആർ ഡൂയിങ് സംതിങ് വിത്ത് പാഷൻ, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. നമുക്കൊരു പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ എല്ലാ കാര്യത്തിനും ഒരാൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഗീവ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് വാട്ട് ഐ റിയലൈസ്ഡ് ഇറ്റ്, ഇപ്പൊ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുക എന്നുള്ളതിന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്, വെൻ യു ഹാവ് മോർ മണി യു ഹാവ് മോർ പവർ ടു ഗിവ്, യു ഹാവ് മോർ പവർ ടു ഹെൽപ്പ്, യു ഹാവ് മോർ പവർ ടു ലേൺ മോർ, ഗ്രോ മോർ, travel more. അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു പവർഫുൾ സോഴ്സ് ആണ് മണി, ആൻഡ് ഇറ്റ് ഷുഡ് ബി ഗുഡ് മണി. ഗുഡ് മണി കംസ് വെൻ യു ഡു എ ബിസിനസ് വിച്ച് ഇസ് റൈറ്റേഴ്സ് ഫോർ യു ആൻഡ് ഫോർ ദ പീപ്പിൾ. അത് ആൾക്കാർക്ക് ഒരു എനിക്ക് പേഴ്സണലി നമ്മൾ ചെയ്യുന്ന ഏതൊരു ആക്ടിവിറ്റിയും ഒരാളുടെ ഫേസിൽ ഒരു ഹാപ്പിനെസ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, അവരുടെ ലൈഫിൽ ഒരു വാല്യൂ ആഡ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, ദാറ്റ് ഗിവ്സ് മീ ലോട്ട് ഓഫ് ഹാപ്പിനെസ്. ഓക്കെ, ആ ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ എനിക്ക് ഇൻകം ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞപ്പോൾ that's where I realized I found my passion. Yunus? Hi. Yes, Yunus. Yeah. Hi. Good evening. Yeah. Good evening. മാഡത്തിനെതിരെ കണ്ടതിൽ വളരെ സന്തോഷം കേട്ടോ. കാരണം മാഡത്തിനെ ഫോളോ ചെയ്യുന്ന ഒരാൾ എന്നുള്ളവർക്ക്, അതേപോലെ ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ളവർക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ്. എന്താണെന്ന് വെച്ചാല്, പിന്നെ നിങ്ങളെ എന്താ പറയാ, പേഴ്സണൽ ബ്രാൻഡിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് അത് തന്നെയാണ് കേട്ടോ ശരിക്കും നിങ്ങളെ കുറിച്ച് ഒരു സോഷ്യൽ മീഡിയയിലൂടെ മാത്രം കണ്ട എനിക്ക് ആ ഫീൽ ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്. പിന്നെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാല്, നിങ്ങളൊരു 3 സർക്കിളിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പൊ ഞാൻ എന്നെ കുറിച്ച് കരുതുന്നത്, എന്നെ കുറിച്ച് മറ്റേ കരുതുന്നത്, പിന്നെ മറ്റവര് കരുതേണ്ടത്, അങ്ങനെ 3 സർക്കിൾ. ഇതിൽ നിങ്ങൾ പറഞ്ഞില്ലേ, അതില് വീക്കായിട്ട് നിൽക്കാതെ, അതിൽ എല്ലാം ഒത്തിട്ടില്ലാന്നുണ്ടെങ്കിൽ വീക്കാവെന്ന് പറഞ്ഞില്ലേ. ഒരു പബ്ലിക് ഫിഗർ ആയിട്ട് വരാൻ ആഗ്രഹിക്കാത്ത ഒരാളാണെങ്കിൽ പോലും, ചിലപ്പം സ്വന്തമായിട്ട് ബിസിനസ് നടത്തുന്ന ആളുകൾ ഉണ്ടാവും, അതേപോലെ ഞങ്ങളെ പോലെ കുറെ ആളുകളുടെ ഇടയിൽ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ അതൊരു വീക്കാണെന്നുണ്ടെങ്കിൽ അതിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, നമ്മൾ ഇതില് ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത്, ഇപ്പൊ എനിക്ക് ഉണ്ടാവുമല്ലോ, ഞാൻ ഇങ്ങനെയാണെന്നൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഇതിൽ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുക. ബിക്കോസ് നമ്മൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുക, നമ്മൾ എല്ലാവരും പഠിപ്പ്, എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഡിഗ്രി, ഒരു മാസ്റ്റേഴ്സ് എന്നാ വിചാരിക്കരുത്. അങ്ങനെ അല്ല ഞാൻ മനസ്സിലാക്കിയത്. എനിക്ക് ഓർമ്മ ഉണ്ട്, ഞാൻ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് വിചാരിച്ചു ഡിഗ്രി ഒക്കെ കിട്ടി ഭയങ്കര സംഭവമായിരുന്നു. പക്ഷെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എനിക്കൊരു കുന്തം അറിയില്ല, ഇനിയാ പഠിക്കാൻ തുടങ്ങണമെന്നുള്ളത്. എന്ന് പറയണ പോലെ എന്നും പഠിച്ചുകൊണ്ടിരിക്കണം, എന്നും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, ഗ്രോ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും പണ്ട് നമ്മൾ ദേഷ്യപ്പെട്ട ആൾക്കാരെ കുറിച്ച് ആലോചിക്കുമ്പോൾ അങ്ങനെ അന്ന് ദേഷ്യപ്പെടണ്ടായിരുന്നു എന്ന് നമുക്ക് ഇപ്പൊ തോന്നുന്നതാണ് മെച്യൂരിറ്റി. മെച്യൂരിറ്റി ഡസന്റ് കം ആസ് ഏജ് ഗ്രോസ്. പ്രായം കൊണ്ടല്ല മെച്യൂരിറ്റി വരുന്നത്, അത് നമ്മളെ തോട്ട് പ്രോസസ്സിൽ ഗ്രോ ചെയ്യുമ്പോഴാണ്. മാനസികമായി വളരുക, മറ്റുള്ളവരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക. അതായത് എല്ലാവരും അവരുടേതായ കുറെ പ്രശ്നങ്ങളിലാണ് പോണത്. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഇയാൾ എന്തിനാ അങ്ങനെ ചെയ്തത്, തെറ്റല്ലേ നമുക്ക് തോന്നും. പക്ഷെ
അയാളുടെ മാനസികാവസ്ഥയിൽ നിന്ന് അത് ആലോചിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ അയാളുടെ ശരി എന്താന്നുള്ളത്. അപ്പൊ നമ്മൾ കൂടുതൽ ഓപ്പൺ ആവും തോറും നമ്മുടെ ബ്രാൻഡ് സ്ട്രോങ്ങർ ആവും. നമുക്ക് മറ്റുള്ളവരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയാലേ മറ്റുള്ളവർ നമ്മളെയും കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇന്ന പബ്ലിക് ആക്സെപ്റ്റ് ചെയ്യണ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, പബ്ലിക്കിൽ ആരെന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും എന്റെ അടുത്ത് പറയുമ്പോൾ അല്ലാ അങ്ങനെ ചെയ്തത് തെറ്റാന്ന് ഞാൻ ആരോടും പറയാറില്ല. ഇറ്റ്സ് ഓക്കെ, നമുക്ക് ശരിയാക്കാം, നമുക്ക് അതിൽ വർക്ക് ചെയ്യാം. ബിക്കോസ് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ അതിലത്തെ ശരിയും തെറ്റും റിയലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ബിലീവ് ബിക്കോസ് നമ്മുടെ ഉള്ളിലൊരു നന്മ ഉള്ളതുകൊണ്ടല്ലേ. ഒരു ഒരിക്കലും ഒരാളെ കൊല്ലണത് ഇത് ഞാൻ ചെയ്യുന്ന നന്മയെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ. ഐ മീൻ അയാളുടെ മനസ്സിലത് ശരിയായിരിക്കും. പക്ഷെ വെൻ വി ആക്ച്വലി വർക്ക്, നമ്മളുള്ള ഈ വാല്യൂസ്, ഇപ്പൊ നിങ്ങളൊരാൾ പറയണത് നിങ്ങൾ ഭയങ്കര ദേഷ്യക്കാരനാണ്, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ റിയൽ എന്താണോ അത് അയാളായിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെയാണ്. പിന്നെ പേഴ്സണൽ ബ്രാൻഡിങ് എന്നുള്ളത് വെറും സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല. ഒരു ചായക്കടക്കാരൻ, ഓക്കെ, ഒരു വില്ലേജിൽ ഒരു ചായക്കട നടത്തുന്ന ഒരാള് നല്ല സൂപ്പർ ചായ ഉണ്ടാക്കുന്ന ചേട്ടനാന്ന് ആ വില്ലേജ് മൊത്തം പറയുന്നുണ്ടെങ്കിൽ അയാളുടെ പേഴ്സണൽ ബ്രാൻഡ് അല്ലെങ്കിൽ അയാളുടെ ബിസിനസ് ബ്രാൻഡ് അവിടെ സ്ട്രോങ് ആണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സർക്കിളിൽ എപ്പോഴും നമ്മൾ ഇങ്ങനെയാണെന്ന് ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ സ്ട്രോങ് ബ്രാൻഡ്. പക്ഷെ അതും നിങ്ങളുടെ റിയാലിറ്റി തമ്മിൽ മാച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഭയങ്കര സഫോക്കേറ്റഡ് ആവും. ഒരുപാട് പെൺകുട്ടികൾക്ക് പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഇവര് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ ഇങ്ങനെ അഭിനയിക്കും കുറച്ചു കാലം, ഭയങ്കര നല്ലതായിട്ട്, ഭയങ്കര പാവായിട്ട്, ഭയങ്കര കുക്കിംഗ് ഒക്കെ ചെയ്യണതായിട്ട്. പക്ഷെ ഉള്ളോണ്ട് അത് ഇഷ്ടപ്പെടാണ്ട് ചെയ്യുമ്പോൾ ഭയങ്കര സ്ട്രഗിൾ ചെയ്യും. സോ വെൻ ഇറ്റ് കംസ് ടു ബിസിനസ് ഓൾസോ നമ്മൾ എപ്പോഴും റിയൽ ആയിട്ട് നിൽക്കുക, റിയൽ ആയിട്ട് നമ്മൾ ഗ്രോ ചെയ്ത് നിന്നുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മളെ പീപ്പിൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോഴും റിജക്ട് ചെയ്യുമ്പോഴും നമ്മൾ അവിടെ ഗ്രോ ചെയ്യുകയാണ്. നമ്മുടെ ബ്രാൻഡ് റിയൽ ആണ്, പക്ഷെ പീപ്പിൾ റിജക്ടിങ് ഇറ്റ്, സ്റ്റിൽ വി ആർ ഗ്രോയിങ്, till we are becoming to a stronger person. All right. So we'll move to Fatima Haider. Fatima, I'm trying to unmute you. Yeah. Yes. Hi. Am I audible? Yeah. Yes. First of all, let me thank Sahla and FRIC here. It's amazing session. Thank you, Nafisat, for inviting me. I just got the last 20 minutes. I do have a little question that right now I'm in a federation where I do have a lot of coaches in my circle. ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ പേഴ്സണൽ ബ്രാൻഡിങ് വരുന്ന സമയത്ത് അവർക്ക് വരുന്നൊരു ഇതെന്താണെന്ന് വെച്ചാലും now in the initial time itself they can't hire someone like a virtual assistant or just as you said a PR or something. അപ്പോൾ അവർക്ക് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അവർ കളർ ചൂസ് ചെയ്യണം, പിന്നെ അതിനൊരു പാറ്റേൺ, പിന്നെ അതിൻ്റെ ഫോണ്ട്, ഇങ്ങനെയുള്ള കുറേ സംഭവം അവരുടെ മൈൻഡിൽ ഉണ്ടായതുകൊണ്ട് ഇറ്റ്സ് വെരി ഹാർഡ് ഫോർ ദം ടു കൺസിസ്റ്റൻ്റ്ലി ബി ഓൺ സോഷ്യൽ മീഡിയ. ആൻഡ് അത് മാത്രമല്ല, ചില ആൾക്കാർ അത് നല്ല പെർഫെക്റ്റ്ലി ഇത് ചെയ്യുകയാണെങ്കിൽ പോലും ആസ് ജസ്റ്റ് ബിഫോർ സം ടൈം ഹി സെഡ് ഇടയ്ക്ക് സ്റ്റക്ക് ചെയ്ത് പോകുന്നുണ്ട്, ലൈക്ക് ഫോർ സം റീസൺ അവർ പേഴ്സണൽ. അപ്പോൾ ഇതിനെങ്ങനെ ബാലൻസ് ചെയ്തിട്ട് ഹൗ ക്യാൻ ഐ just inform them it's okay? Because I see even there are a lot of people coming back to their post and started saying like ingana ella cheyenda, ingana color theme venam, adu illa ennu parayna samayathu they get little motivated. So what is let's say what is one thing that you would advise me to advise them to stick on? See, one thing is lifely either കാര്യത്തിന് success, if you take whatever business or whatever job you're doing, consistency എന്നുള്ളത് തന്നെയാണ് സക്സസിന്റെ ഏറ്റവും വലിയ റീസൺ. Okay, so when it comes to the question like what you have asked, what we have to understand is പല ആൾക്കാർക്കും ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ് അതിൽ ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യണം. സത്യത്തിൽ ഇപ്പൊ എനിക്ക് പേഴ്സണലി ഞാൻ ഇരുന്നിട്ട് ഒരു പോസ്റ്റ് ഉണ്ടാക്കാനും ആ പോസ്റ്റ് ചെയ്യാനും ഞാൻ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് വേണ്ടത് ജസ്റ്റ് മേ ബി 5 to 6 minutes എന്റെ ഒരു ഫോട്ടോ ഇട്ട് എന്റെ ഒരു കോട്ട് ഇട്ട് ഒരു പോസ്റ്റ് എടുത്ത് ഇടാനായിട്ട്. ബിക്കോസ് ഇൻസ്റ്റഗ്രാമിലും FBയിലും നമുക്ക് ഒരുമിച്ച് ഇടാൻ പറ്റിയ ഒരു സാധനം. ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്? അതായത് ഇത് ഞാൻ ഇനീഷ്യലി ഉണ്ടാക്കുമ്പോൾ ഒരു 1.5 മണിക്കൂർ വെച്ച് ഉണ്ടാക്കിയതാണ്. വെൻ യു കൺസിസ്റ്റന്റ്ലി ഡൂ സംതിങ് ആൻഡ് പ്രാക്ടീസ് ഓവർ ടൈം നമുക്കത് ഭയങ്കര ഈസി ആവും, സിമ്പിൾ ആവും. അതിന്റെ ഒരു മാജിക് നമ്മൾ പഠിക്കും ഇതെങ്ങനെയാ ചെയ്യാന്നുള്ളത്. സോ once you learn, as I say, നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ജസ്റ്റ് കാണുമ്പോൾ തന്നെ വിചാരിക്കും ഇതൊക്കെ എനിക്ക് അറിയാമെന്നോ. only when you start doing it consistent ആയിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് ഇതിന്റെ കുഴപ്പം എന്താണ്, ഇത് എത്ര ടൈം എടുക്കും, 1 മണിക്കൂറിൽ ചെയ്യുന്ന കാര്യം എങ്ങനെ എനിക്ക് 5 മിനിറ്റിൽ ചെയ്യാം എന്ന രീതിയിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഈസി.
Now, another point is all the social medias, there is an option called as നമുക്ക് ഇത് ടൈമും ഡേറ്റ് വെച്ച് വെക്കാം. ഒരാഴ്ചക്കുള്ള പോസ്റ്റ് ഒരുമിച്ച് നമുക്ക് ഇടാൻ പറ്റും. ഞാൻ എന്റെ വെച്ചിട്ടുള്ള PR എന്ന് വെച്ചാൽ ഭയങ്കര കോസ്റ്റ് കൂടിയ ഒരാളൊന്നും അല്ല. ജസ്റ്റ് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടീനെ ഇന്ന സാധനങ്ങൾ ഇന്ന പോസ്റ്റ് ഇതാക്കണം എന്ന് പറഞ്ഞിട്ട് അതിനെ പഠിപ്പിച്ച് വെച്ചേക്കാണ്. And she just invests maybe 1 or 2 hours in a week for my social media posts. So whatever it is, what is important is consistent ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് ടൈം റെഡ്യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യുക എന്നുള്ളത് പഠിക്കുക എന്നുള്ളതാണ്. കൺസിസ്റ്റൻസിന് നമുക്ക് വേറെ ഒരു വഴിയില്ല. കൺസിസ്റ്റൻസി ഈസ് കൺസിസ്റ്റൻസി ഇറ്റ്സെൽഫ്. കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താൽ മാത്രമാണ് യു വിൽ ബി ലൈവ് there. Okay. Thank you, Fatima, for your question. And iPhone, I'm unable to get you. iPhone ഞാൻ അൺമ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, കിട്ടുന്നില്ല. All right. സഹല, ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, നമുക്ക് ഈ ഒരു പേഴ്സണൽ ബ്രാൻഡിങ്ങിന് ഒരു പാർട്ണറെ സെലക്ട് ചെയ്യുന്ന പറഞ്ഞാൽ വളരെയേറെ ചൂഷണം നടക്കുന്ന ഒരു ഏരിയ കൂടിയാണ് അത്. പലപ്പോഴും നമ്മൾ പോയിട്ട് ഒരു 3 മാസം അവർ കുറച്ച് പൈസ നമ്മളുടെ നിന്ന് മേടിക്കും. ബട്ട് നമ്മൾ മനസ്സിലാക്കും ഇത് എല്ലായിടത്തിലോട്ട് പോകും. അപ്പൊ ഇനീഷ്യലി തന്നെ അത് വളരെ സ്മാർട്ടായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് advice to get the right people on board as a personal branding partner. See, for me, ഞാൻ അടി കിട്ടി പഠിച്ച ഒരാളാണ്. ലൈക്ക് ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരു 50,000 ആൾക്കാരായപ്പോ കോപ്പിറൈറ്റ് ഇഷ്യൂ എന്റെ ചാനലിന് എന്റെ വീഡിയോസിന് വന്നിട്ട് എന്റെ ചാനൽ കട്ടായി പോയി. അപ്പൊ നോക്കുമ്പോ എന്താ വെച്ചാൽ ഞാൻ FBയിൽ ആദ്യം എന്റെ പോസ്റ്റുകൾ ഇടും. ഇതാരോ മോഷ്ടിച്ച് അവര് ഒരു യൂട്യൂബ് ചാനൽ സാല പർവീൻ കണ്ട് തുടങ്ങിയിട്ടിട്ട് അവരത് മോണിറ്റൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ വീഡിയോസ് ഇട്ടപ്പോ യൂട്യൂബ് ചാനൽ പറഞ്ഞു താങ്കളല്ല സാല പർവീൻ എന്നിട്ട് എന്റെ ചാനൽ കട്ട് ചെയ്ത് കളഞ്ഞു. വാട്ട് ചാനൽ യു സീ നൗ ഇസ് മൈ സെക്കൻഡ് ചാനൽ വിച്ച് ഐ റീസെന്റ്ലി സ്റ്റാർട്ടഡ്. സോ ഇത് നമുക്ക് അടി കിട്ടുമ്പോഴേ നമ്മൾ പഠിക്കുള്ളൂ. അതേപോലെ നമ്മൾ നമ്മുടെ പാസ്വേഡും കാര്യങ്ങളൊക്കെ ഒരാൾക്ക് കൊടുക്കുമ്പോൾ there are lot of chances these things can be misused. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇതിൽ എന്തൊക്കെ ചൂഷണം ചെയ്യപ്പെടാം എന്നുള്ളത്. ലൈക്ക് I used to initially give my FB password to the whoever is working. അതിന്റെ ആവശ്യമില്ല, പേജ് മാനേജർ ആക്കിയാൽ മതി. ഇതൊക്കെ ഞാൻ വളരെ റീസെന്റ് പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ ഇത് നമ്മൾ ആദ്യം പഠിക്കണം. നമ്മുടെ ഫോൺ നമ്പർ ആയിരിക്കണം അതിന്റെ പാസ്വേഡ് മാറ്റേണ്ട കാര്യങ്ങൾ. ബിക്കോസ് വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇപ്പൊ എന്റെ പേജിൽ 3.5 ലക്ഷം ആൾക്കാരുണ്ടെങ്കിൽ അതിന് ഒരു 10 ലക്ഷം രൂപക്ക് വിൽക്കാനുള്ള വാല്യൂ ഉണ്ട്. അതാണ് അതിന്റെ നമ്മൾ ചിലപ്പോൾ കാണില്ലേ, ചില ദിവസമൊക്കെ പെട്ടെന്ന് ഒരു സെലിബ്രിറ്റി അങ്ങോട്ട് വന്നു, അയാൾക്ക് 1 മില്യൺ ഫോളോവേഴ്സ്. അത് 1 മില്യൺ ഫോളോവേഴ്സ് ഉള്ള പേജ് അയാൾ വാങ്ങിയിട്ട് അയാളുടെ ഫോട്ടോസും വീഡിയോസും അപ്പൊ കേട്ടിട്ടുള്ളതാണ്. These things are possible. പക്ഷെ see, I always believe authentic ആയിട്ട് നമ്മൾ വളരുമ്പോഴാണ് അതിനൊരു എന്താ പറയാ ഹാർട്ട് ഓണിലുള്ള ടച്ച് ഉള്ളൂ. സോ ഫോർ മീ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ എന്ത് കാര്യം ബിസിനസ് ചെയ്തായിക്കോട്ടെ എന്താ പറയാ അതില് ഒത്തന്റിക് ആയി റിയൽ ആയി സോൾഫുൾ ആയി നിന്നാൽ നമ്മുടെ ഗ്രോത്ത് കുറേയും കൂടി സ്ട്രോങ്ങർ ആയിരിക്കും. ലൈക്ക് നമ്മൾ പറയില്ലേ വീടിന്റെ തറ നല്ല സ്ട്രോങ് ആണെങ്കിൽ കുറച്ചും കൂടി കാലം നിൽക്കും എന്നുള്ളത് എന്ന് പറയുന്ന പോലെ ഒരുപാട് ആൾക്കാർ ഈ തറ ഒട്ടും സ്ട്രോങ് അല്ലാണ്ട് ഭയങ്കര വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നുണ്ട്, അത് ചടുപടാന്ന് പറഞ്ഞ് താഴേക്ക് വീഴും. പക്ഷെ തറ സ്ട്രോങ് ആയി പതിയെ ആണെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഗ്രോ ചെയ്യുകയാണെങ്കിൽ ഐ തിങ്ക് വി വിൽ ഹാവ് എ മോർ കുറച്ച് ആൾക്കാരാണെങ്കിൽ എനിക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാക്കാന്നുള്ളതിനെക്കാട്ടിയും ഐ ബിലീവ് ഇൻ മേക്കിംഗ് എ സ്ട്രോങ് ബ്രാൻഡ്. ഈ സ്ട്രോങ് ബ്രാൻഡ് ഉണ്ടാവുക കുറച്ച് ആൾക്കാരാണെങ്കിൽ അവര് ദേ ട്രസ്റ്റ് യു, ദേ ബിലീവ് ഇൻ യു ആൻഡ് ദേ സ്റ്റേ വിത്ത് യു. സോ ആ ഒരു പാറ്റേൺ ആണ് വിച്ച് ഐ ബിലീവ് ഇസ് ഇമ്പോർട്ടന്റ്. Okay, so that is a nice concept, strong brand. Basically എനിക്കിവിടെ ഒരു നമ്മളിപ്പോ പേഴ്സണൽ ബ്രാൻഡിങ്ങും അതുപോലെ ഓണ്ടർപ്രണർഷിപ്പും ആണ് പറയുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള ഒരു മാച്ചിങ്ങിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നോട്ട് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ഒരു ബ്രാൻഡായിട്ട് മാറിയ ഒരു വ്യക്തി ആളുകളുടെ ഇടയിൽ സർവ്വസമ്മതനാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. ആ വ്യക്തിയെ കാണാനും പുള്ളി പോകുന്ന സ്ഥലങ്ങൾ ആളുകൾ തടിച്ചുകൂടാനും ആളുടെ വീഡിയോസ് കാണാനും ഒക്കെ റെഡിയാണ്. പക്ഷെ ഈ വ്യക്തി ഒരു ഓണ്ടർപ്രണർഷിപ്പ് ഐഡിയ ആയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമും ഒരു പ്രോജക്റ്റും ആയിട്ട് വന്ന് അത് സെല് ചെയ്യാൻ തുനിയുന്ന സമയത്ത് ചിലപ്പോഴെങ്കിലും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, പുള്ളി ഇപ്പൊ ബിസിനസ് തുടങ്ങി, പുള്ളി ഇത്രയും കാലം ആളുകൾക്ക് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷെ ഇപ്പൊ പുള്ളി ബിസിനസ്സിലോട്ട് കടന്നു. അങ്ങനെ അവിടെ മുതൽ ശത്രുക്കൾ ഉണ്ടാവുക, അയാളെ കുറിച്ച് ആളുകൾ കുറതും പറയുക, ആ ബിസിനസ്സിന് എതിരെ പ്രവർത്തിക്കുക, ഇങ്ങനെയൊക്കെ മാർക്കറ്റിൽ ഞാൻ കേട്ടിട്ട കഥകളാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് മലയാളികൾക്ക്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഡിഫിക്കൽട്ടി കുറെ കൂടി കൂടുതലുള്ളത് മലയാളികളുടെ ഇടയിലാണെന്ന് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് വെൻ ഐ ഡു എ സെഷൻ ഫോർ പീപ്പിൾ ഫ്രം UK ഇറ്റ് ഈസ് മച്ച് ഈസിയർ, മച്ച് ആക്സെപ്റ്റബിൾ. ഡൗട്ടുകളില്ല. ഐ മീൻ ഡൗട്ടുകൾ ലൈക്ക് പേഴ്സണലി ആർ യു ഡൂയിങ് റൈറ്റ് ഓർ റോങ് എന്നൊരു ക്വസ്റ്റ്യൻസ് അവിടെ കുറവാണ്. ഓക്കെ, പക്ഷെ വാട്ട് ഐ ബിലീവ് ഇസ് FR നമ്മൾ ചെയ്യുന്ന
കാര്യത്തില് ഒരുപാട് കമന്റ്സ് ക്രിറ്റിസിസം വന്നു. അപ്പൊ നമ്മൾ വീട്ടിലൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ വീട്ടുകാർ നമ്മളെ കമന്റ് ചെയ്യൂലേ ഇത് ശരിയാ തെറ്റാന്നുള്ളത്. അപ്പൊ ഈ കമന്റ് ചെയ്യാന്നുള്ളത് നമ്മുടെ ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. നമുക്ക് ഇങ്ങനെ ഐഡിയ വന്നുകൊണ്ടിരിക്കും ഇവന് ചെയ്യണത് വേണോ വേണ്ടേ എന്നൊക്കെ ഉള്ളത്. പക്ഷെ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് ഐ ബിലീവ് നമ്മുടെ പ്രോഡക്റ്റ് വെൻ ഇറ്റ് കംസ് ടു ബിസിനസ് ഡോണ്ട് ഗോ ടു സെൽ ഇൻ യുവർ ഫസ്റ്റ് സർക്കിൾ. ബിക്കോസ് നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയും അല്ല അത് ആദ്യം വാങ്ങാൻ പോണത്. ഇപ്പൊ ഇത്രയും ഇതാക്കിയിട്ട് ഞാൻ എന്റെ സെക്കൻഡ് ബുക്ക് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോ ഇറ്റ്സ് ദ പബ്ലിക് ഹു ബോട്ട് ദ ബുക്ക് ഫസ്റ്റ്. എന്റെ ഫാമിലിക്കും ഫ്രണ്ട്സും ഞാൻ ഫ്രീ ആയിട്ട് ബുക്ക് അയച്ചു കൊടുത്തിട്ട് പോലും അവർ വായിച്ചിട്ടില്ല. ഓക്കെ, ദാറ്റ്സ് എ ഫാക്ട്. ബിക്കോസ് ദേ ബിലീവ് ദേ നോ യു. അപ്പൊ അവരിതിപ്പോ ഇതിന്റെ ആവശ്യമുണ്ടോ, നിനക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം വരും. പക്ഷെ വാട്ട് ഈസ് ഇമ്പോർട്ടന്റ് ഇസ് ഈ ലോകം ഭയങ്കര വലുതാ. ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ആവശ്യമുള്ള ആൾക്കാരുണ്ട്. യു ഗോട്ട് ടു ഐഡന്റിഫൈ യുവർ റൈറ്റ് പീപ്പിൾ, റൈറ്റ് ഓഡിയൻസ്, റൈറ്റ് കസ്റ്റമേഴ്സ് ആൻഡ് സെൽ ഇറ്റ് ഇൻ ടു ദ റൈറ്റ് പീപ്പിൾ. അവിടെ ഈസി ആയിരിക്കും ഇതിന്റെ സെയിൽസ്. ഇപ്പൊ എനിക്ക് I have never felt I have a competition in this field because ഞാൻ ചെയ്യുന്ന വർക്കിൽ ടോട്ടലി ഫോക്കസ്ഡ് ആയി അതിൽ പോകുമ്പോൾ there is a certain audience always for me to call me, to listen to me, they want. അപ്പൊ ഇതിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഐ ഡോണ്ട് ട്രൈ ടു ബിക്കം ബെറ്റർ ദാൻ എനിവൺ എൽസ്. ഏതൊരു ബിസിനസ്സും നമ്മൾ ഒരാളെ കോപ്പി അടിക്കാനോ അല്ലെങ്കിൽ വേറൊരാൾ ചെയ്യുന്ന പ്രോഡക്റ്റ് കവർ മാറ്റി വിൽക്കാനോ ഒക്കെ ശ്രമിക്കുമ്പോൾ നമ്മുടെ സോൾഫുൾനെസ് അങ്ങോട്ട് പോവും. അത് പോകുമ്പോൾ ഗ്രോത്ത് ഡിഫിക്കൽട്ട് ആവും അല്ലേ. സോ ദാറ്റ് ഇസ് വാട്ട് ഐ തിങ്ക് ഇസ് ബീയിങ് റിയൽ ആൻഡ് ജസ്റ്റ് ഗോയിങ് ഫോർവേഡ്. ആക്ച്വലി ചോദിക്കാനിരിക്കുന്ന ഒരു ചോദ്യത്തിന്റെ ഒരു ഉത്തരം എനിക്ക് ഇപ്പൊ അറിയാതെ സഹല തന്നിരിക്കുകയാണ്. ബിക്കോസ് സാധാരണ ആളുകൾ പേഴ്സണൽ ബ്രാൻഡിങ്ങിലോട്ട് വരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രസൻസ് കൂട്ടണം, ലൈക്ക് കൂട്ടണം, സബ്സ്ക്രൈബേഴ്സ് കൂട്ടണം എന്നൊക്കെ ചിന്തിച്ചു വരുമ്പോൾ അവർ ആദ്യം തന്നെ അവരെ വണ്ടർ ചെയ്ത് അവരിങ്ങനെ ആശ്ചര്യത്തോടെ നോക്കിക്കുന്നത് പടച്ചറബേ ഞാനിവിടെ എന്താ ചെയ്യാ, ഇവിടെ ആളുകളുടെ ബഹളമല്ലേ, എന്റെ റീലക്കാരെ ശ്രദ്ധിക്കാൻ വന്നുണ്ടോ, സോ വാട്ട് ഈസ് ദെയർ ഫോർ മീ ടു ബ്രിങ് സംതിങ് യുണീക്ക് എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഇതായിരുന്നു എന്റെ ചോദ്യം ബേസിക്കലി. സോ വാട്ട് ഐ ക്യാൻ ആക്ച്വലി ഗെറ്റ് ഫ്രം യുവർ വേർഡ്സ്, യുനോ നമുക്ക് നമ്മളുടെ ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു സാധനം ഫോക്കസ് ചെയ്ത് ചെയ്യാന്നുള്ളതാണ് അല്ലെ. സോ അവിടെ ആഡ് ചെയ്യാനുള്ളത് ആ ഒരു കൺസേൺ എങ്ങനെയാണ്? അത് തന്നെ, അതായത് നമ്മുടെ ഒരു റിയൽ സാധനം ഉണ്ടല്ലോ, നമ്മളുടെ ഒരു റിയൽ സാധനം. ഇപ്പൊ എന്റെ ബുക്ക് എഴുതാൻ ഇപ്പൊ വളരെ സിമ്പിൾ ആണ്. ബുക്ക് എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ യൂട്യൂബിലും ഉണ്ട്, എല്ലാ ഗൂഗിളിലും ഉണ്ട്, അതുകൊണ്ട് ഇതാക്കിയാൽ മതി. പക്ഷെ ഞാൻ ഇരുന്ന് കൈകൊണ്ട് എപ്പോഴും ബുക്ക് എഴുതരുത്, കാരണം എന്റെ വേർഡ്സ് എന്റെ തന്നെ ആയി വരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പൊ അതിലൊരു ഒത്തന്റിക് ഫീലിംഗ് ഉണ്ട്, റിയൽ ആണത്, ഇത് ഇന്ത്യയാണ് എന്ന് പറയുന്ന പോലെ. I believe see, it's not about religion, but I believe God have blessed each of us with something very unique, very special. But we don't look inside us, we always look outside for finding ideas. Just look inside you, there is something so powerful, so beautiful, so powerful that നമുക്ക് വേൾഡിനെ മൊത്തം നമ്മുടെ അടുത്തേക്ക് വരുത്താൻ പറ്റുന്ന സാധനമുണ്ട്. അത് ഉള്ളിൽ നോക്കി കണ്ടുപിടിക്കുക. ഡോണ്ട് ലുക്ക് അറ്റ് ദ ലൈക്സ്, നമ്പർ ഓഫ് ദിസ് തിങ്. എനിക്ക് അധികം ലൈക്ക് ഇല്ല, അധികം ഫോളോവേഴ്സ് ഇല്ല, ഇറ്റ് ഡസന്റ് മാറ്റർ മീ. പക്ഷെ വരുന്ന കുറച്ച് ആൾക്കാര് അവര് I add a value to their life. അവരിലൊരു വ്യത്യാസം വരുത്തുന്നുണ്ട്. സോ there are certain days like any human being, ഞാനും ഭയങ്കര ഡിപ്രസ്ഡ് ആവും, കരഞ്ഞിരിക്കും, വിഷമിച്ചിരിക്കും. I remember recently, ഇപ്പൊ കഴിഞ്ഞ ആഴ്ച I was feeling things are not working out for me. ഒരാൾ എനിക്കൊരു കമന്റ് അയച്ചൊരു വീഡിയോ അയച്ചെന്നൊക്കെ, എന്നിട്ട് പറഞ്ഞു സഹല യു ചേഞ്ച്ഡ് മൈ ലൈഫ്, ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്റെ ലൈഫ് ആകെ മാറി മറിഞ്ഞത്. അപ്പൊ ഞാൻ പോയിട്ട് എന്റെ വീഡിയോ ഞാൻ തന്നെ ഇരുന്ന് കാണുകയാണ്. ഓക്കെ, ഇതെന്തപ്പോ അയാളുടെ ലൈഫ് അത്ര മാറി, എന്റെ ലൈഫ് അത് കണ്ടിട്ട് മാറണമല്ലോ എന്ന്. So there are certain points when you comes to branding and going forward, അടിച്ച് നമ്മളെ താഴെക്കിടും. പക്ഷെ എണീറ്റ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ആസ് എ ബിസിനസ് മാൻ, ഈ ഇരിക്കുന്ന എല്ലാവരും ബിസിനസ്സുള്ള ആൾക്കാരാണെങ്കിൽ യു വിൽ നോ ഇറ്റ്, ബിക്കോസ് ബിസിനസ് ഇസ് ആക്ച്വലി എന്താ പറയാ, ഉള്ളിൽ പാഷൻ ഇല്ലെങ്കിൽ യു വിൽ നോട്ട് ബി ഏബിൾ ടു റൺ ഇൻ ദിസ് റേസ്. അത് വീണ് പോകും. Alright. So thank you so much. We are on time. നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കണം. നമുക്കൊരു ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഒരു ഏരിയയിൽ മാത്രം ഫോക്കസ് ചെയ്ത് സംസാരിച്ചത്. എനിക്കറിയാം ഒരുപക്ഷെ സഹലക്ക് കുറെ കൂടി ഈ പേഴ്സണൽ ബ്രാൻഡിങ് അതിന്റെ ഒരു ഭാഗം എടുത്ത് ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ് എന്നുള്ള ഏരിയയിൽ ഒത്തിരി പറയാൻ ഇഷ്ടപ്പെടുന്ന, ഒത്തിരി ആളുകൾക്ക് ഉപകാരപ്പെടുന്ന കുറെ കാര്യങ്ങൾ ഉള്ളിൽ നിറഞ്ഞു കിടക്കുന്ന ഒരാളാണ് സഹല എന്നറിയാം. ബട്ട് ബിക്കോസ് ഓഫ് അവർ ഒരു റെസ്ട്രിക്റ്റഡ് ഫോർമാറ്റിൽ നമ്മൾ പോകുന്നത് കൊണ്ട് മാത്രം എനിക്ക് ലിമിറ്റ് ചെയ്യേണ്ടി വന്നു. ഇൻഷാല്ലാ another time we will have to discuss, and I think we can probably associate in future for any of the projects. സോ നമ്മൾ ഈ സെഷൻ അവസാനിപ്പിക്കുമ്പോൾ വേറെ ഹാൻഡ് റൈസ് ഒന്നും കാണാത്തത് കൊണ്ടാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് സഹല, വാട്ട് യു വാണ്ടഡ് ടു സേ അറ്റ് ദ എൻഡ് ഓഫ് ദ സെഷൻ?
Thank you so much for inviting me. ഞാൻ സത്യം പറഞ്ഞ after a break I am doing this session. FRന്റെ പുറകെ തന്നെ നിന്നിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുള്ളൂ എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. Anyways, thank you so much. I'm really happy to meet a lot of wonderful people. എന്താ പറയാ, നമ്മളെപ്പോഴും പേഴ്സണലി എനിക്ക് ഒരുപാട് പേരെ കണ്ട് സംസാരിച്ച് കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ആ സന്തോഷം എനിക്ക് കിട്ടി. So I'm really happy you have invited me. And inshallah in future we'll associate for some beautiful sessions. Thank you for all who are messaging. And I'm so grateful I'm able to talk to you all and add a little value to your beautiful life. താങ്ക് യു വെരി മച്ച്. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഡെഫിനറ്റ്ലി നമ്മൾ അവസാനത്ത് നിന്ന് പുറകോട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരു വലിയ ബ്രാൻഡ് ഉണ്ടാക്കുക എന്നുള്ളതല്ല, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനം. നമുക്കറിയാം, നമ്മളൊരാളുടെ കൂടെ പാർട്ട്ണർഷിപ്പ് ചെയ്യണമെന്നെങ്കിൽ, ഒരാളെ നമ്മൾ വിവാഹം കഴിക്കണത്, അല്ലെങ്കിൽ ഒരാളുടെ കൂടെ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരാളുടെ ഏത് തരത്തിലും നമ്മൾ ആ വ്യക്തിയെ ട്രസ്റ്റ് ഉണ്ടാവുന്നത് ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള നമ്മുടെ ഒരു വിശ്വാസമാണ്. അല്ലാതെ ആളുടെ നമ്പർ ഓഫ് പീപ്പിൾ എത്ര കൂടെ ഉണ്ട് എന്നുള്ളതല്ല ഇമ്പോർട്ടൻ്റ് എന്നുള്ള വലിയൊരു മെസ്സേജ് സഹല നമുക്ക് തന്നിട്ടുണ്ട്. വളരെ പവർഫുൾ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ് ഉണ്ടാക്കാൻ സാധിക്കട്ടെ. നമ്മൾ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് ചിന്തിക്കണം, അതേപോലെ ആക്ച്വലി മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി തന്നെ നമുക്ക് ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സഹല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ നമ്മളൊന്നും ഫേക്ക് ചെയ്യാൻ ശ്രമിക്കേണ്ട. Be unique, stick on your personality, stick on your uniqueness, and that itself is the standout for you. അങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ ഐ തിങ്ക് ഇഫ് ഐ ആം റിപ്പീറ്റിംഗ് ദിസ് ഇറ്റ് വിൽ അഗെയിൻ മേക്ക് ഡിലേ. സോ ഞാനത് ചെയ്യുന്നില്ല. ഏതായാലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സഹല, എനിക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഒരിക്കൽ സഹലയുടെ പുസ്തകം എയർപോർട്ടിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. ഐ തിങ്ക് ഒരു 2 വർഷം മുമ്പുള്ള സമയത്താണെന്ന് തോന്നുന്നു. ആ യാത്രയിൽ ഇവിടെ എത്തുന്ന സമയം കൊണ്ട് എനിക്കിത് വായിച്ചു തീർക്കാൻ സാധിച്ചു. ബിക്കോസ് ഓഫ് 2 റീസൺ. 1 ഈസ് അതിലെ കണ്ടന്റ് നമുക്ക് അങ്ങനെ നിർത്താൻ സാധിക്കാത്ത തരത്തിൽ വളരെ ഫ്ലോ ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായി, താങ്കൾ ആ രീതിയിൽ എഴുതിയത് കൊണ്ടാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഒരു ചെറിയ ഒരു ക്യൂട്ട് ആയിട്ടുള്ള ബുക്കാണ്, ഭയങ്കര തിക്ക് ആയിട്ടുള്ള ബുക്ക്, സിമ്പിൾ ആണ്. സോ ബിക്കോസ് ഓഫ് 2 റീസൺസ് ഐ ഹാവ് റെഡ് ഇറ്റ്. അപ്പൊ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഇഫ് യു ഹാവൻ റെഡ് ദ ബുക്ക് ദ ബ്യൂട്ടി ഓഫ് പർപ്പസ് ഇൻ ലൈഫ്, ദ ബ്യൂട്ടി ഓഫ് പർപ്പസ് ഇൻ ലൈഫ് എന്നുള്ള സാറുടെ പുസ്തകം വായിക്കാത്തവർ വായിക്കുക. ഏതായാലും വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച്. ആൻഡ് ഫോർ മൈ ഫോളോ അപ്പ്, ഇതെന്റെ ഒരു സ്ട്രെങ്തോ വീക്ക്നെസ്സോ ആണ്. ഏതെങ്കിലും ഒരാൾ നമ്മളോട് ഒന്ന് മൂളിക്കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് ക്ലോസ് ചെയ്യുന്നവരെ കൂടെ So I'm inviting all my friends to switch on your video and let us give a good send off to Sahla. Please, everyone, you may please switch on your video, and you can even you can speak if you want to say a bye, hi to Sahla. So we are officially ending the session over here. Walaikum Thank you so much. Thank you. Thank you. Yeah. Thank you. And നാളെ രാവിലെ 7 മണിക്കാണ് നമ്മുടെ സെഷൻ കേട്ടോ. സാധാരണ ഞായറാഴ്ച മാത്രമേ വൈകുന്നേരങ്ങളിൽ ഉണ്ടാവാറുള്ളൂ. So whoever is not there in our WhatsApp group, they can join the WhatsApp group. I will share the link over here. All right. Thank you very much, everyone. Sahla, thank you so much. Yeah, thank you so much. Thank you, Far. Yeah. Thank you. Bye. Thank you. Okay. Bye-bye. Thanks, everyone.